गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। കഠോപനിഷത്തിൽ ശരീരരഥരൂപകൽപ്പനയാണ് നമ്മൾ ഒടുവിൽ പഠിച്ചത്. അതിൻ്റെ സന്ദർഭമാകട്ടെ മനുഷ്യൻ അവൻ്റെ ജീവിതഗതിയെ നിർണയിക്കാൻ അധികാരിയാണ്. ജീവിതഗതി വേദാനുസൃതം പറഞ്ഞാൽ പ്രവൃത്തി നിവൃത്തി, അല്ലെങ്കിൽ പ്രേയസ് ശ്രേയസ്, കർമ്മനിഷ്ഠ ജ്ഞാനനിഷ്ഠ, ഇങ്ങനെയൊക്കെ വിഭിന്നമായി പറയാം. ഏത് മാർഗത്തെ നാം സ്വീകരിക്കുന്നുവോ അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതം, ജീവിത ലക്ഷ്യപ്രാപ്തി. ഏത് മാർഗമായാലും അതിലൂടെ മുന്നോട്ട് ചരിക്കാൻ നമുക്ക് ശരീരമുണ്ട്. അതുകൊണ്ട് തന്നെ ശരീരത്തിന് ഒരു വാഹനത്തിൻ്റെ സ്ഥാനമേ ഉള്ളൂ. എങ്ങനെ വാഹനത്തെ വേണ്ട രീതിയിൽ പരിപാലിക്കണമോ അതുപോലെ ദേഹത്തെ പരിപാലിക്കണം. വേണ്ടതൊക്കെ കൊടുക്കണം, വേണ്ടാത്തതൊന്നും കൊടുക്കരുത്. ശരീരം ധർമ്മസാധനമാണ്. അതിൽ കവിഞ്ഞ് ഞാനെന്നും മറ്റും ഇതിൽ അഭിമാനിച്ച് കഴിയുന്നതിലൊരർത്ഥവുമില്ല. ഈ ശരീരത്തെ മുന്നോട്ട് നയിക്കുന്ന സാരഥി ബുദ്ധി, വലിച്ചു കൊണ്ടുപോകുന്ന കുതിരകൾ ഇന്ദ്രിയങ്ങൾ, മനസ്സ് കടിഞ്ഞാൺ. അതുകൊണ്ട് തന്നെ ഈ വിധത്തിലുള്ള അറിവോടുകൂടി ശരിയായ വിധം ശരീരരഥത്തെ നയിച്ച് വേണ്ട വിധത്തിൽ കുതിരകളെ നിയന്ത്രിച്ച് ലക്ഷ്യപ്രാപ്തരാകണം. രഥചര്യയിൽ നിപുണനല്ലാത്ത ആള് രഥയാത്രയിലൂടെ ലക്ഷ്യത്തിലെത്താത്തതുപോലെ ഈ ജീവിതചര്യയിൽ നിപുണനല്ലെങ്കിൽ നമുക്കും ലക്ഷ്യപ്രാപ്തി ഉണ്ടാവില്ല. ഇത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ നിത്യജീവിതത്തിൽ പെരുമാറുന്നതിന് ശരിയായ മാർഗദർശനം നൽകുന്നൊരു കൽപ്പനയാണ്. നല്ലപോലെ അനുസന്ധാനം ചെയ്യാം. തുടർന്ന് എന്താണ് ഈ ജീവിതയാത്രയുടെ പരം ലക്ഷ്യം? അത് പറഞ്ഞു. തദ് വിഷ്ണോഹോ പരമം പദം. വിഷ്ണുവിൻ്റെ പരമമായ പദമാണ്. അതിനെ വിശേഷിപ്പിച്ചു അധ്വനഃ പാരം എന്ന്. വഴിയുടെ അറ്റം. വഴിയുടെ അറ്റം എന്ന് പറഞ്ഞാൽ യാതൊന്നിനെ പ്രാപിച്ചാൽ പിന്നെ യാത്ര വേണ്ടതില്ലയോ, അതാണ് വഴിയുടെ അറ്റം. എവിടെയത്? ഈ വഴിയുടെ അറ്റം അഥവാ വിഷ്ണുവിൻ്റെ പരമമായ ധാമം
തദ് വിഷ്ണോഹ പരമം പദം. എവിടെയാണ്? എവിടെ അന്വേഷിക്കണം? എങ്ങനെ അന്വേഷിക്കണം? ചോദ്യം. അപ്പോൾ വിഷ്ണുവിൻ്റെ പരമപദമാണ് ജീവിതത്തിൽ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറഞ്ഞു. അപ്പോഴാണ് സംശയം വരുന്നത്, അതെവിടെയാണ്, എങ്ങനെ അന്വേഷിക്കണം? നോക്കൂ. ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥാഃ അർത്ഥേഭ്യശ്ച പരം മനഃ മനസസ്തു പരാ ബുദ്ധി ബുദ്ധേരാത്മാ മഹാൻ പരഃ മഹതഃ പരമവ്യക്തം അവ്യക്താത് പുരുഷഃ പരഃ പുരുഷാന്ന പരം കിഞ്ചിത് സാ കാഷ്ഠാ സാ പരാഗതിഃ. ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥാഃ അർത്ഥേഭ്യശ്ച പരം മനഃ മനസസ്തു പരാ ബുദ്ധി ബുദ്ധേരാത്മാ മഹാൻ പരഃ മഹതഃ പരമവ്യക്തം അവ്യക്താത് പുരുഷഃ പരഃ പുരുഷാന്ന പരം കിഞ്ചിത് സാ കാഷ്ഠാ സാ പരാഗതിഃ. പറയാണ്, ഇന്ദ്രിയേഭ്യഃ പരാ ഹി അർത്ഥാഃ. അർത്ഥങ്ങൾ ഇന്ദ്രിയങ്ങളെക്കാൾ പരങ്ങളാണ്, സൂക്ഷ്മങ്ങളാണ്, പ്രകൃഷ്ടങ്ങളാണ്, ശ്രേഷ്ഠങ്ങളാണ്. പരമെന്നുള്ളതിന് ശ്രേഷ്ഠം, പ്രകൃഷ്ടം, സൂക്ഷ്മം എന്നൊക്കെ അർത്ഥം പറയാം. ഇന്ദ്രിയങ്ങൾ നമുക്കറിയാം ശരീരത്തെ അപേക്ഷിച്ച് സൂക്ഷ്മമാണ്. സ്ഥൂല ശരീരത്തെ അപേക്ഷിച്ച് സൂക്ഷ്മങ്ങളാണ് ഇന്ദ്രിയങ്ങൾ. അതെ, ഇന്ദ്രിയങ്ങൾ സൂക്ഷ്മങ്ങളാണെന്ന് ആദ്യം പറയുമ്പോൾ ഏതെങ്കിലും ഒന്നിനെക്കൊണ്ട് സൂക്ഷ്മം എന്ന് പറയുന്നത് മറ്റൊന്നിൻ്റെ അപേക്ഷയിലായിരിക്കും. സൂക്ഷ്മം, സ്ഥൂലം എന്നീ ശബ്ദങ്ങൾ സാപേക്ഷങ്ങളാണ്. സ്ഥൂലം എന്ന് പറഞ്ഞാൽ എന്തിനെ അപേക്ഷിച്ച് സ്ഥൂലം, സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ എന്തിനെ അപേക്ഷിച്ച് സൂക്ഷ്മം. നിരപേക്ഷമായിട്ടൊരു വസ്തുവെ സൂക്ഷ്മമെന്നോ സ്ഥൂലമെന്നോ പറയാൻ പറ്റില്ല. അതെ. അപ്പോൾ ഇന്ദ്രിയങ്ങൾ സൂക്ഷ്മങ്ങളാണ്. എന്തിൻ്റെ അപേക്ഷയിൽ? സ്ഥൂല ശരീരത്തിൻ്റെ അപേക്ഷയിൽ. ഇവിടെ വെച്ച് ചിന്ത ആരംഭിക്കുന്നു. ഇന്ദ്രിയങ്ങളെക്കാൾ പരങ്ങളാണ്, സൂക്ഷ്മങ്ങളാണ് അർത്ഥങ്ങൾ. അർത്ഥം വിഷയം. എന്തിനെയാണോ ഇന്ദ്രിയങ്ങൾ അർത്ഥിക്കുന്നത് അത് വിഷയം. ഇവിടെ വിഷയം എന്ന് പറയുമ്പോൾ നമ്മൾ ബാഹ്യമായി ഇന്ദ്രിയങ്ങൾ എന്തിൻ്റെ പിന്നാലെ ഓടുന്നുവോ ആ സ്ഥൂലഭാവത്തെ അല്ല മനസ്സിലാക്കേണ്ടത്. മറിച്ച് കണ്ണിനെ സംബന്ധിച്ച് രൂപം, ചെവിയെ സംബന്ധിച്ച് ശബ്ദം, ഈ ശബ്ദ സ്പർശ രൂപ രസ ഗന്ധങ്ങൾ ഇവ അത്യന്ത സൂക്ഷ്മങ്ങളാണ്. ഇവ ഭൂത തന്മാത്രകളാണ്. ശ്രദ്ധിക്കുക, ഭൂത തന്മാത്രകളാണ് ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങൾ. ഈ ഭൂതസൂക്ഷ്മത്തിൻ്റെ ഗുണങ്ങളുടെ ചേർച്ച കൊണ്ടാണ് സ്ഥൂലഭൂതം ഉണ്ടാവുന്നത്. ഇപ്പം നമ്മൾ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്ന സമയത്ത്
സ്ഥൂലഭൂതങ്ങളെ മനസ്സിലാക്കുന്നു. വാസ്തവത്തിൽ സ്ഥൂലഭൂതങ്ങളിൽ മറ്റു ഭൂതങ്ങളുടെ അംശങ്ങളുണ്ട്. ശ്രദ്ധിക്കുക. അതിന് നമ്മൾ പഞ്ചീകരണ പ്രക്രിയ എന്നൊക്കെ വേദാന്ത പ്രകരണങ്ങളിൽ പഠിക്കും. താത്പര്യം ഇതര ഭൂതഗുണങ്ങളുടെ ചേർച്ച സംഭവിക്കുന്നതിലൂടെയാണ് സൂക്ഷ്മഭൂതം സ്ഥൂലഭൂതമാവുന്നത്. ഇന്ദ്രിയങ്ങളെക്കാൾ സൂക്ഷ്മമായ അർത്ഥങ്ങൾ ഭൂതസൂക്ഷ്മങ്ങളാണ്. അതായത് ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധ തന്മാത്രകൾ. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ അപേക്ഷിച്ച് അവ സൂക്ഷ്മങ്ങളാണ്. അർത്ഥേഭ്യശ്ച പരം മനഃ. അർത്ഥങ്ങളെക്കാൾ സൂക്ഷ്മമാണ് മനസ്സ്. മനസ്സ് അതീവ സൂക്ഷ്മമാണ്, വിഷയങ്ങളെക്കാൾ സൂക്ഷ്മമാണ്. ഇത് എവിടെയാണ് വിഷ്ണുവിൻ്റെ പരമപദം അന്വേഷിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വഴി നമുക്ക് നൽകുകയാണ്. കൂടുതൽ കൂടുതൽ സൂക്ഷ്മതലത്തിലേക്ക് നമ്മളെ ആനയിക്കുകയാണ്. എന്നിട്ട് ഈ സൂക്ഷ്മതലത്തിലേക്ക് എങ്ങനെ പോകണം എന്നുള്ള മാർഗനിർദ്ദേശം തരുന്നുണ്ട്. അതുകൂടി ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. ഏതായാലും ഇപ്പോൾ നമുക്കിത് പഠിക്കാം. ഇന്ദ്രിയങ്ങളെക്കാൾ വിഷയങ്ങൾ സൂക്ഷ്മങ്ങൾ, വിഷയങ്ങളെക്കാൾ മനസ്സ് സൂക്ഷ്മം. മനസ്സസ്തു പരാ ബുദ്ധി. മനസ്സിനേക്കാൾ സൂക്ഷ്മമാണ് ബുദ്ധി, ആഭ്യന്തരമാണ്. നോക്കൂ, മനസ്സ് അതാണോ ഇതാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ, വേണോ വേണ്ടയോ, പോകണോ പോകണ്ടയോ, ഇങ്ങനെ വിവിധങ്ങളായ സങ്കല്പ വികല്പങ്ങൾ ചെയ്യുന്ന വൃത്തിയാണ്. അതാണ് മനസ്സിൻ്റെ പരിപാടി. ഈ മനസ്സിൻ്റെ സങ്കല്പ വികല്പങ്ങളിൽ നിന്ന് ഒന്നിനെ നിശ്ചയിക്കുന്ന വൃത്തിയാണ് ബുദ്ധി. മനസ്സിൻ്റെ അപേക്ഷയിലാണ് ബുദ്ധിയുടെ പ്രവർത്തനം. പക്ഷേ മനസ്സിനേക്കാൾ സൂക്ഷ്മമാണ് ബുദ്ധി, ആഭ്യന്തരമാണ് ബുദ്ധി. ബുദ്ധേഹ ആത്മാ മഹാൻ പരഹ. ബുദ്ധിയെ അപേക്ഷിച്ച് മഹാൻ പരമാണ്. ഇവിടെ മഹാൻ എന്നുള്ളതിന് പരമാത്മാ എന്നൊന്നും അർത്ഥം പറഞ്ഞേക്കരുത്. മഹാൻ ആത്മാ എന്ന് പറഞ്ഞാൽ സുഖമാണ് പരമാത്മാ എന്ന് വ്യാഖ്യാനിക്കാൻ. സുഖമാണ്, എളുപ്പമാണ്. പക്ഷെ അങ്ങനെ വ്യാഖ്യാനിച്ചാൽ അടുത്ത മന്ത്രത്തിന് സ്ഥാനമില്ലാതാകും. ഈ മന്ത്രത്തിൽ മഹാൻ ആത്മാ എന്നുള്ളതിന് പരമാത്മാ എന്നർത്ഥം കൽപ്പിച്ചാൽ അടുത്ത മന്ത്രം അസ്ഥാനത്താവും. കാരണം പരമാത്മാവിനപ്പുറത്തൊന്നും ചിന്തിക്കപ്പെടാനില്ല. അപ്പം ഇവിടെ നമ്മൾ പരമാത്മാ എന്നർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മന്ത്രം വെറുതെ. അപ്പം മഹാനാത്മാ എന്നുള്ളതിനർത്ഥം എന്താണ്? ഇവിടെ മഹത്തത്വം എന്നൊരർത്ഥം ഭഗവാൻ ഭാഷ്യകാരൻ നൽകും. മഹാൻ ആത്മാ, മഹാനായ ആത്മാ, സമഷ്ടി സൂക്ഷ്മം. സമഷ്ടി സൂക്ഷ്മം എന്നുള്ളതിനാണ് ഹിരണ്യഗർഭൻ എന്നൊരു സംജ്ഞ വേദാന്തത്തിൽ പറയുന്നത്. പുരാണങ്ങളിൽ വരുമ്പോഴത്തേക്ക് സമഷ്ടി സൂക്ഷ്മത്തിന് ബ്രഹ്മാവെന്ന് പറയും. വേദാന്തത്തിൽ ഹിരണ്യഗർഭൻ എന്ന് പറയും. ഈ ഹിരണ്യഗർഭനെ സൂചിപ്പിക്കുന്നു ഇവിടെ. ഈ മന്ത്രത്തിൻ്റെ വ്യാഖ്യാനം നമ്മൾ അല്പം കൂടി ഒന്ന് ചിന്തിക്കുക. ഭഗവാൻ ഭാഷ്യകാരൻ കുറച്ചൊക്കെ ഈ
മന്ത്രവ്യാഖ്യാനത്തിൽ ഈ മന്ത്രം എന്ന് പറഞ്ഞാൽ ഈ 10ഉം 11 രണ്ടും ഒരു വിഷയമാണ്. ഇതേ സമാനമായിട്ടുള്ള മന്ത്രങ്ങൾ ഭഗവത്ഗീതയിലും വരുന്നുണ്ട്. ഈ രണ്ട് സന്ദർഭങ്ങളിലും സാഖ്യ പദ്ധതിക്ക് അനുസൃതമായ രീതിയെ അവലംബിച്ചിട്ടുണ്ട്. എന്നാൽ അതേ ഭഗവാൻ ഭാഷ്യകാരൻ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അതിനെ തീർത്തും നിരസിച്ചിട്ടുമുണ്ട്. ഇത് വലിയൊരു പ്രശ്നമാണ്. വേദാന്ത വിദ്യാർത്ഥികൾക്ക് വലിയ പ്രശ്നം നൽകുന്ന ഒരു ഭാഗമാണിത്. അതുകൊണ്ട് നമ്മളിതിനെ അവിരുദ്ധമായിട്ട് മനസ്സിലാക്കണം. ശാസ്ത്രത്തിൻ്റെ മൊത്തം താത്പര്യത്തിന് വിരുദ്ധമല്ലാത്ത രീതിയിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഹിരണ്യഗർഭൻ എന്നുള്ള അർത്ഥം തന്നെ എടുക്കുക. എപ്രകാരം വ്യഷ്ടിബുദ്ധി അതിൻ്റെ മൊത്തം സമഷ്ടി സൂക്ഷ്മം, ബുദ്ധിയുടെ മൊത്തം സമഷ്ടി സൂക്ഷ്മം വ്യഷ്ടിബുദ്ധിയേക്കാൾ സൂക്ഷ്മമാണ്, പരമാണ്. എന്നിട്ട് പറയുന്നു മഹതഃ പരം അവ്യക്തം. മഹത്തിനേക്കാൾ പരമായത് അവ്യക്തമാണ്. അവ്യക്തം, വ്യക്തമല്ലാത്തത്. അവ്യാകൃതം, കാരണബ്രഹ്മം എന്നൊക്കെ പറയാം. ശ്രദ്ധിക്കാം. നമുക്ക് ഇപ്പോൾ പദാവലി പറഞ്ഞു പോകുന്നു, അത് കഴിഞ്ഞ് നമുക്ക് ശ്രദ്ധിക്കാം. അവ്യക്തത്തിന് അവ്യാകൃതം, കാരണബ്രഹ്മം എന്ന് പറയാം. അവ്യക്താത് പരഹ പുരുഷ. അവ്യക്തത്തിനേക്കാൾ പരൻ പുരുഷനാണ്. പുരുഷാത് പരം ന കിഞ്ചിത്. പുരുഷനുപരി ഒന്നുമില്ല. സാ കാഷ്ഠ, അതാണ് പരമാവധി. സാ പരാഗതി, അത് പരമമായ ഗതിയാകുന്നു. ഇതാണ് രണ്ട് മന്ത്രങ്ങൾ. ഇവിടെ ഭഗവത്ഗീതാ ഭാഷ്യത്തിൽ ഈ സന്ദർഭത്തിൽ ഭഗവാൻ ഭാഷ്യകാരൻ തീർത്തും ഒരു സാഖ്യനെ പോലെയാണ് അർത്ഥം പറഞ്ഞിട്ടുള്ളത്. തീർത്തും. അതെന്താ? അത് അല്പം വിസ്തരിക്കുന്നില്ല. സാഖ്യത്തിലെ പദാവലികളെയെങ്കിലും നമ്മൾ അല്പം ഒന്ന് പരിചയപ്പെടുക. സാഖ്യം സർവ പ്രതിഭാസങ്ങളെയും തന്നെ ആദ്യമായി രണ്ട് തത്വങ്ങളായി വിഭജിക്കുന്നു. പുരുഷതത്വവും പ്രകൃതി തത്വവും. പുരുഷതത്വം സാഖ്യസിദ്ധാന്തമനുസരിച്ച് പരിണാമരഹിതമാണ്, വികാരരഹിതമാണ്, ചേതനാസ്വരൂപമാണ്, ഭോക്താവാണ്. പ്രകൃതി തത്വം സാഖ്യസിദ്ധാന്തമനുസരിച്ച് കർത്താവാണ്, പരിണാമിയാണ്, അചേതനമാണ്. ഈ പ്രകൃതി അതിൻ്റെ അടിസ്ഥാന സ്വഭാവത്തിൽ സത്വ രജ തമോ ഗുണങ്ങളുടെ സാമ്യാവസ്ഥയാണ്. ആ സാമ്യാവസ്ഥയ്ക്ക്, ഒരു വികാരവുമില്ലാത്ത അവസ്ഥയ്ക്ക്
മൂലപ്രകൃതി എന്നാണ് സാഖ്യന്മാർ പേര് പറയുന്നത്. മൂലപ്രകൃതിക്ക് വേറൊരു പേരുണ്ട്, പ്രധാനം. ഈ മൂലപ്രകൃതിയിൽ അതിൻ്റെ സത്വരജസ് തമോ ഗുണങ്ങളുടെ സാമ്യാവസ്ഥയിൽ എന്തെങ്കിലും വിഷമത വരുമ്പോൾ അപ്പോഴാണ് അതിൽ പരിണാമം സംഭവിക്കുന്നത്. അപ്പോൾ പരിണാമധർമ്മത്തോടു കൂടിയ പ്രകൃതി ആദ്യം തന്നെ മഹത്തത്വമായി പരിണമിക്കും. മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരം രൂപപ്പെടും. അഹങ്കാരത്തിൽ നിന്ന് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നീ സൂക്ഷ്മ തന്മാത്രകൾ രൂപപ്പെടും. ഇതെന്തിന് ഇവിടെ പറയുന്നു എന്ന് ചോദിച്ചാൽ, ഗീതയിലും സമാനമായിരിക്കുന്ന ഈ മന്ത്രത്തിന് തുല്യമായ ശ്ലോകങ്ങളുണ്ട്. അവിടെ ഭാഷ്യകാരൻ തീർത്തും സാഖ്യപദാവലിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മന്ത്രം ഇവിടെ കാണുമ്പോൾ ഒരു സംശയം ശേഷിക്കരുത്. അതുകൊണ്ട് അല്പം ഒരു സാഖ്യ സംജ്ഞകൾ പരിചയപ്പെടണം എന്നുള്ളത് കൊണ്ട് പറയുകയാണ്. തുടർന്ന് ഈ പറഞ്ഞ മൂലപ്രകൃതി, അതിൽ നിന്ന് മഹത്തത്വം, അഹങ്കാരം, പഞ്ചതന്മാത്രകൾ. ശ്രദ്ധിക്കുക, മൂലപ്രകൃതിയാണത്, മറ്റൊന്നിൻ്റെ വികൃതിയല്ല, മറ്റൊന്നിൽ നിന്നുണ്ടായതല്ല. സാഖ്യമനുസരിച്ച് അടിസ്ഥാനമായി 2 തത്വങ്ങളാണുള്ളത്. ഇതൊന്നും വേദാന്തിക്ക് സ്വീകാര്യമല്ല കേട്ടോ, നമ്മളിതൊന്നും സ്വീകരിക്കുന്നില്ല. അടിസ്ഥാനമായി 2 തത്വങ്ങളാണ്, പുരുഷനും പ്രകൃതിയും. അത് മൂലപ്രകൃതിയാണ്. ഈ മൂലപ്രകൃതിയിൽ നിന്നുണ്ടാവുന്നത് 7 വികൃതികളാണ്. മഹത്തത്വവും അഹങ്കാരവും പഞ്ചതന്മാത്രകളും, 1 1 5 7. അവ പ്രകൃതിയെ അപേക്ഷിച്ച് വികൃതികളാണ്. അതിൽ നിന്നുണ്ടാവുന്ന വികൃതികളെ അപേക്ഷിച്ച് പ്രകൃതികളുമാണ്. അതുകൊണ്ട് അവയെ സാഖ്യന്മാർ പ്രകൃതി വികൃതികളെന്നാണ് പറയുക. ഒരേ സമയം പ്രകൃതിയുമാണ്, അതേസമയം വികൃതിയുമാണ്. ഇതിൽ നിന്നാണ് 16 തനി വികൃതികൾ ഉണ്ടാവുന്നത്. ഈ വികൃതി എന്നൊക്കെ മലയാളത്തിൽ പറയുമ്പോൾ ഒക്കെ വിഷമം തന്നെയാണ്. വികൃതിച്ച പരിണമിച്ചുണ്ടായത് എന്നേ അർത്ഥമുള്ളൂ, വേറൊരർത്ഥമില്ല. അതേതാണ്? ഏകാദശേന്ദ്രിയങ്ങളും പഞ്ചമഹാഭൂതങ്ങളും. അതായത് ജ്ഞാനേന്ദ്രിയങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5, മനസ്സ്, പിന്നെ 5 മഹാഭൂതങ്ങൾ, സ്ഥൂലഭൂതങ്ങൾ, സൂക്ഷ്മഭൂതങ്ങളല്ല. ഇങ്ങനെ 24 തത്വങ്ങളാണ് പ്രകൃതി. 1 7 16. പുരുഷൻ ഒരു തത്വമാണ്. ഈ പ്രകൃതിയും പുരുഷനും താതാത്മ്യപ്പെട്ട് ചേതന അചേതന ധർമ്മങ്ങളോടുകൂടിയ ഇവ രണ്ടും താതാത്മ്യപ്പെട്ട് കഴിയുന്നു. അതുകൊണ്ട് സുഖദുഃഖാദി ദ്വന്ദ്ഭാവങ്ങളും സകല പ്രത്യയ സർഗങ്ങളും സൃഷ്ടികളും ഉണ്ടാവുന്നു. എപ്പോഴാണോ പ്രകൃതിയിൽ നിന്നുള്ള തൻ്റെ വേർതിരിവ് പുരുഷൻ അറിയുന്നത്, അതോടുകൂടി ഈ സർഗവും അതിൻ്റെ ഫലമായുള്ള ദുഃഖജാലങ്ങളും ഇല്ലാതാകുന്നു. ഈ ഒരു സാഖ്യ സിദ്ധാന്തം നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ഇതിനൊരുപാട് ന്യൂനതകളുണ്ട്, അനവധി ന്യൂനതകളുണ്ട് ഈ സിദ്ധാന്തത്തിന്. എങ്കിൽ തന്നെയും വളരെ ബുദ്ധിപൂർവം ഭഗവാൻ ഭാഷ്യകാരൻ സാഖ്യ പദാവലികളെ സ്വീകരിച്ചുകൊണ്ട് ഭഗവത്ഗീത വ്യാഖ്യാനം ചെയ്യും. എന്നാൽ അതിൻ്റെ ഒടുവിൽ പുരുഷൻ എന്നുള്ള തത്വം എത്തുമ്പോഴത്തേക്ക് സാഖ്യൻ്റെ പുരുഷനിൽ നിന്ന് തീർത്തും മാറ്റി
ഏകവും അദ്വിതീയവുമായ ആത്മാ എന്നുള്ള അർത്ഥത്തിലേക്ക് വ്യാഖ്യാനിക്കും. അതോടുകൂടി സാഖ്യൻ പൊളിഞ്ഞു. പിന്നെ എന്തിന് ഭാഷ്യകാരൻ സാഖ്യശബ്ദങ്ങളെ അവിടെ ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ, സാഖ്യനെ കൂടെ തൻ്റെ കൂടെ കൂട്ടിക്കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശം ഭാഷ്യകാരൻ അവിടെയുണ്ട്. അത് സ്പഷ്ടമാണ്. അതുകൊണ്ട് അതിനെ പരിഗണിച്ചുകൊണ്ടും അതേ സമയത്ത് ശ്രുതിയുടെ മൊത്തം താത്പര്യത്തിന് വിരുദ്ധമല്ലാത്ത രീതിയിലും നമുക്ക് അർത്ഥം കാണേണ്ടിയിരിക്കുന്നു. നോക്കൂ, ആദ്യം പറയാണ് ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ. ഒരു പ്രശ്നവുമില്ല, ഇന്ദ്രിയങ്ങളെ അപേക്ഷിച്ച് സൂക്ഷ്മങ്ങളാണ് വിഷയങ്ങൾ. അർത്ഥേഭ്യശ്ച പരം മനഃ, അർത്ഥങ്ങളെക്കാൾ വിഷയങ്ങളെക്കാൾ സൂക്ഷ്മമാണ് മനസ്സ്, സങ്കല്പവികൽപ്പാത്മകം ഇന്ദ്രിയം അഥവാ അന്ധകരണം. മനസ്സസ്തു പരാബുദ്ധി, മനസ്സിനേക്കാൾ പ്രകൃഷ്ടമാണ് സൂക്ഷ്മമാണ് ബുദ്ധി. ബുദ്ധേഹ ആത്മാ മഹാൻ പരഃ. ഇവിടെ അവിരുദ്ധമായി മനസ്സിലാക്കുമ്പോൾ നമ്മൾ മൊത്തം സമഷ്ടി സൂക്ഷ്മത്തെ എടുക്കും. മൊത്തം സമഷ്ടി സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ ഹിരണ്യഗർഭൻ. ഏതുപോലെയാണ് ഹിരണ്യഗർഭനെ മനസ്സിലാക്കേണ്ടത്? ഒരു ശാഖോപശാഖകളും പൂക്കളും കായകളും എല്ലാമുള്ളൊരു മഹാവൃക്ഷത്തെ മനസ്സിൽ കാണുക. ഒരു മഹാവൃക്ഷം. ഈ വൃക്ഷം വൃക്ഷരൂപത്തിലേക്കാവുന്നതിന് മുമ്പ് വിത്തിൽ നിന്ന് മുളച്ച് പുറത്തേക്ക് വന്ന ഒരങ്കുരത്തിൻ്റെ രൂപത്തിലായിരുന്നു. ആ അങ്കുരത്തിൽ നിന്നാണ് ഈ വൃക്ഷം മുഴുവൻ ഉണ്ടായത്. ചോദ്യം, ആ അങ്കുരത്തിൽ സൂക്ഷ്മവൃക്ഷമില്ലേ? തീർച്ചയായിട്ടുണ്ട്. അങ്കുരത്തിൽ വൃക്ഷം അങ്ങനെ ഉണ്ട്, കാണപ്പെടുന്നില്ലെന്നേ ഉള്ളൂ. കാണപ്പെടുന്നില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ അങ്കുരത്തിൽ വൃക്ഷം മുഴുവനുണ്ട്. കാണപ്പെടാത്തത് കൊണ്ട് സ്ഥൂലഭാവത്തിൽ വൃക്ഷമുണ്ടെന്ന് നമുക്ക് പറയാൻ വയ്യ. സൂക്ഷ്മഭാവത്തിലുണ്ട്. ഈ അങ്കുരമായി രൂപപ്പെടുന്നതിന് മുമ്പ് അതെവിടെയായിരുന്നു? അത് വിത്തിലായിരുന്നു. വിത്തെന്ന് പറഞ്ഞാൽ പറ്റില്ല. വിത്ത് സ്ഥൂലം തന്നെയാണ്. വിത്തിൻ്റെ യാതൊരു പ്രരോഹ ശക്തിയുണ്ടോ, മുളയ്ക്കാനുള്ള ശക്തിവിശേഷമുണ്ടോ, അതായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് 3 തലങ്ങളെ കാണാം. ഒന്ന് വിത്ത്, 2 അങ്കുരം, 3 വൃക്ഷം. ഈ വിത്തെന്ന് പറയുമ്പോൾ അതിൽ പ്രരോഹ ശക്തി വേണം, അല്ലാതെ വിത്തെന്ന് പറയില്ല. അത് കാരണഭാവമാണ്. അങ്കുരം എന്ന് പറയുമ്പോൾ അത് സൂക്ഷ്മഭാവമാണ്. വൃക്ഷമെന്ന് പറയുമ്പോൾ അത് സ്ഥൂലഭാവമാണ്. ഇതേപോലെ ഈ സമ്പൂർണമായ വൈവിധ്യപൂർണമായ പ്രപഞ്ചം അത് വിരാട്, വിശേഷേണ ശോഭിക്കുന്നത്, പ്രകാശിക്കുന്നത് വിരാട്. ഈ വിരാട്ടിൻ്റെ സൂക്ഷ്മഭാവം, അതിനെയാണ് നമ്മൾ ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത്. അത് എപ്രകാരം നമ്മുടെ വ്യഷ്ടിബുദ്ധി, അതിൻ്റെ മൊത്തം സമഷ്ടി ബുദ്ധി ഒന്ന് ആലോചിച്ച് നോക്കൂ. ആലോചിക്കാൻ, സൂക്ഷ്മമായി ചിന്തിക്കാൻ എല്ലാവർക്കും കഴിയും. അത്ര വലിയ വിഷമമുള്ള വിഷയമൊന്നുമല്ല. ചെറിയൊരു സ്പഷ്ടതയ്ക്ക് വേണ്ടി പറയട്ടെ. നമ്മുടെ ശരീരം എത്രയോ കോടി കോശങ്ങൾ ചേർന്നതാണ്. എത്രയോ കോടി കോശങ്ങൾ. ഒരു കോശം തന്നെ രൂപപ്പെട്ടത് എത്രയോ അണുക്കൾ ചേർന്നിട്ടാണ്.
എത്ര അണുക്കളെന്ന് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല. അണുക്കളിൽ ബുദ്ധിയോ ജീവഭാവമോ തെളിയിക്കാൻ നമുക്ക് പ്രയാസമാണ്. എങ്കിലും ഉണ്ടെന്നറിയാം. കാരണം ഒരു നിശ്ചിത പ്രവർത്തന ശൈലി, ഒരു ബോധപൂർവമായ പ്രവർത്തനം ഒക്കെ ശാസ്ത്രകാരന്മാർ അണുവിലും സമർത്ഥിക്കുന്നുണ്ട്. ഒരു അണുകണത്തിൻ്റെ സ്പന്ദനത്തിന് പിന്നിൽ പോലും ഒരു ചേതനയെ ശാസ്ത്രകാരന്മാർ കാണുന്നുണ്ട്. ഇരിക്കട്ടെ, അത്ര അങ്ങോട്ട് പോണ്ട. ഒരു കോശം എന്നുള്ളതിനെ നമ്മളെടുത്താൽ ആ കോശത്തിന് അനുകൂലമായതിലേക്ക് പ്രവർത്തിക്കുക, പ്രതികൂലമായതിൽ നിന്ന് നിവർത്തിക്കുക എന്നൊരു വ്യക്തിഭാവം കാണുന്നുണ്ട്. ഒരേക കോശത്തിന് അതിസൂക്ഷ്മമായ മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടി ഒരു ഏക കോശത്തെ പഠിക്കുമ്പോൾ അതിന് അനുകൂലമായതിലേക്ക് അത് പ്രവർത്തിക്കുന്നു, പ്രതികൂലമായതിൽ നിവർത്തിക്കുന്നു. എന്ത് മനസ്സിലാക്കാം? ഒരു കോശത്തിനു പോലും ഉള്ളിൽ ഒരു ചേതനയുണ്ട്. എന്നല്ല, ആ ചേതന ബുദ്ധിപൂർവ്വ വ്യാപാരത്തിൽ ഏർപ്പെടുന്നുണ്ട്. ബുദ്ധിപൂർവ്വ വ്യാപാരമാണല്ലോ അനുകൂലമായതിലേക്ക് പ്രവർത്തിക്കുക, പ്രതികൂലമായതിൽ നിവർത്തിക്കുക. ഇതൊരേക കോശത്തിന് പോലും ഉണ്ടെന്ന് മാത്രമല്ല, അത്യത്ഭുതകരമായ ഗതികൾ ശാസ്ത്രകാരന്മാർ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അതിസൂക്ഷ്മമായ ഒരു നിർബീജകോശത്തിൻ്റെ ഗതിയെക്കുറിച്ചൊക്കെ ശാസ്ത്രകാരന്മാർ പറഞ്ഞു തരുന്നത് നമ്മൾ പഠിക്കുമ്പോൾ അത്ഭുതപ്പെടും. ഒരു വിശേഷിച്ച് മനുഷ്യബീജം, മനുഷ്യൻ്റെ ഒരു പുരുഷൻ്റെ ഒരു ബീജത്തിൻ്റെ ഏകകോശത്തിൻ്റെ ഗതിയെക്കുറിച്ച് ശാസ്ത്രകാരന്മാർ പറഞ്ഞു തരുന്നത് കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. ഇതെന്തൊരു ചേതന ശക്തിയാണ്! എത്ര ബുദ്ധിപൂർവകമായ പ്രവർത്തനമാണ്! ഇരിക്കട്ടെ, ഈ കോശങ്ങൾ ആയിരക്കണക്കിന് ചേർന്ന് ഒരു കോശ സമൂഹം ഉണ്ടായി എന്ന് വെച്ചോളൂ, ഒരു ടിഷ്യൂ. അതിന് മൊത്തത്തിലൊരു ബുദ്ധിയുണ്ട്. അതിന് മൊത്തത്തിൽ അനുകൂലമായതിലേക്ക് പ്രവർത്തിക്കുകയും പ്രതികൂലമായതിൽ നിവർത്തിക്കുകയും എന്നതുണ്ട്. അപ്പോൾ അതിലടങ്ങിയ ആയിരക്കണക്കിന് കോശങ്ങൾക്ക് ഇതുണ്ടായിരിക്കെ അത് ചേരുമ്പോൾ ഒന്നുണ്ട്. അങ്ങനെയുള്ള ആയിരക്കണക്കിന് ടിഷ്യൂകൾ ചേർന്നിട്ട്, അല്ലെങ്കിൽ നൂറുകണക്കിന് ടിഷ്യൂകൾ ചേർന്നിട്ട് ഒരു അവയവം ഉണ്ടായെന്ന് വെച്ചോളൂ. ഒരവയവം. ആ ഒരവയവത്തിനുമുണ്ട് അനുകൂലമായതിലേക്ക് പ്രവർത്തിക്കുക, പ്രതികൂലമായതിൽ നിന്ന് നിവർത്തിക്കുക. അതിലും ആപേക്ഷികതയുണ്ട്. ഉദാഹരണത്തിന്, എന്തെങ്കിലും ഒരു വസ്തു നമ്മുടെ കണ്ണിൻ്റെ അടുത്തേക്ക് വരിക, ചേട്ടാ കൈ കൊണ്ട് തടുത്തു പോകുന്നുണ്ട്. എന്നാൽ കൈ ചിന്തിക്കണ്ടേ, അത് തട്ടിയാൽ എനിക്ക് വേദനയാവും, അതുകൊണ്ട് കണ്ണിനെ ഞാൻ സംരക്ഷിക്കേണ്ടെന്ന്? അതില്ല. ഉടനെ ചിമ്മുന്നുണ്ട് കണ്ണ്. ഓരോ അവയവത്തെ നിരീക്ഷിച്ചാലും ഓരോ അവയവത്തിനും ഈ പ്രവർത്തനം നമുക്ക് കാണാം. ദേഹത്തിൽ ഏത് അവയവം വെച്ചാൽ ചിന്തിച്ചോളൂ, അതിനുമുണ്ട് അനുകൂലമായതിലേക്ക് പ്രവർത്തിക്കുകയും പ്രതികൂലമായതിൽ നിന്ന് നിവർത്തിക്കുകയും. ഈ അവയവങ്ങൾ ചേർന്ന ശരീരസംഘാതം, ഒരു ശരീരം, ഞാൻ അതിനുണ്ട് അനുകൂലമായതിലേക്ക് പ്രവർത്തിക്കുക, പ്രതികൂലമായതിൽ നിവർത്തിക്കുക. ഇനി ഈ ശരീരങ്ങൾ ചേർന്ന സംഘാതത്തെ എടുത്തോളൂ, ഒരു കുടുംബം. ആ കുടുംബത്തിനൊരു വ്യക്തിത്വമുണ്ട്. ആ കുടുംബം കൂടിയിരുന്ന് ആലോചിച്ച് അനുകൂലമായതിലേക്ക് പ്രവർത്തിക്കുകയും പ്രതികൂലമായതിൽ നിന്ന് നിവർത്തിക്കുകയുമുണ്ട്. അത് ചേർന്നൊരു ഗ്രാമമാകട്ടെ, ഗ്രാമങ്ങൾ ചേർന്നൊരു രാഷ്ട്രമാകട്ടെ. നമുക്ക് ഭാരതം എന്ന് പറയുമ്പോൾ ഒരനുകൂല പ്രവൃത്തിയും പ്രതികൂലത്തിൽ നിവൃത്തിയുമുണ്ട്. ലോകം മുഴുവൻ ചേർന്നാലും ഉണ്ടാവില്ലേ അങ്ങനെ? തീർച്ചയായിട്ടും ഉണ്ടാവും. മറ്റ് ലോകങ്ങളുടെ അപേക്ഷയിൽ ഇപ്പം നമുക്കത് തോന്നുന്നില്ല. കാരണം മറ്റു ലോകങ്ങളിൽ നിന്ന് എങ്ങനെയൊക്കെ ആ ജീവങ്ങൾ നമ്മെ ഉപദ്രവിക്കണതോ അല്ലെങ്കിൽ ആക്രമിക്കണതോ ഒന്നും നമുക്ക് ചിലപ്പോൾ ചില ഫിക്ഷനുകളിലൊക്കെ വായിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവാം എന്നല്ലാതെ വേറെ നമുക്കറിയില്ല.
ആ കുറേ മുമ്പൊക്കെ ഈ പറക്കും തളികളെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകളൊക്കെ ഉണ്ടായ കാലഘട്ടത്തിൽ അപ്പം മെല്ലെ നമുക്കൊക്കെ മെല്ലെ എന്താ ഇപ്പോൾ ഇവരൊക്കെ വന്നാൽ നമ്മളെന്താ ചെയ്യാമെന്നൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. അതൊക്കെ മിക്കവാറും വീടുകളിലൊക്കെ നടക്കുന്ന സാധനമാണ് ഈ പറക്കും തളിക, ഫ്ലൈയിങ് സോസേഴ്സ്. അതെ, തമാശയല്ല. ഒരാൾ ആശ്രമത്തിൽ വന്നു, ഇവിടെയല്ല ഗുജറാത്തിലാണ്. നമ്മളിങ്ങനെ ഇരിക്കുക. സ്വാമിക്ക് എന്താ ഒരു ദുഃഖം? എനിക്കൊരു ദുഃഖമില്ലല്ലോ, എന്തോന്നുണ്ട്. എനിക്കൊന്നുമില്ല, ഒരു ദുഃഖമില്ല, ഒരു പ്രയാസമില്ല, സന്തോഷമായിട്ടിരിക്കുകയാണ്. സ്വാമിക്ക് എന്തോ ഒരു ദുഃഖമുണ്ട്, എന്നോട് പറയൂ. എനിക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞില്ല മനുഷ്യ, ഒരു ദുഃഖവും ഇല്ല. അല്ല, സ്വാമിക്ക് എന്തോ ഒരു പ്രയാസമുണ്ട്, എന്നോട് പറഞ്ഞാൽ എന്താ ഒരു കുഴപ്പമുള്ളത്? നമ്മൾ തമ്മിൽ അങ്ങനെയല്ലേ? എങ്ങനെ നമ്മൾ തമ്മിൽ എങ്ങനെ ഉണ്ടാകുന്നത്? അതിരിക്കട്ടെ, എനിക്കൊരു ദുഃഖമില്ല, എനിക്ക് വലിയ ദുഃഖമുണ്ടെന്ന് ഇപ്പം നിങ്ങൾക്ക് തോന്നാൻ കാരണം നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. നിങ്ങളിപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്? വീട്ടിൽ നിന്നാണ്. വീട്ടിൽ നിന്ന് ഭാര്യയായിട്ട് ലഹള കൂടിയിട്ടാണോ വരുന്നത്? അതെ. വേറെ വല്ലതും ഉണ്ടായോ? അപ്പോഴാണ് പുറത്തൊരു മുഴ കാണിച്ചു തരണത്. ഇതെന്താ പറ്റിയത്? അയാളെ പറഞ്ഞ ഫ്ലൈയിങ് സോസാർന്ന്. അന്നാ മനസ്സിലാക്കിയത് ഈ സാധനം ഇത് വീടുകളിലുണ്ടെന്ന് അന്ന് മനസ്സിലാക്കി. അതെ, തമാശയല്ല. അപ്പോൾ മറ്റ് ഗ്രഹങ്ങളിലും മറ്റ് ലോകങ്ങളിലൊക്കെ ഉള്ള ജീവികൾ നമ്മളെ ആക്രമിക്കാൻ വരുമ്പോഴാണ് നമുക്ക് ഭൂമിയിലുള്ളവർക്കൊക്കെ ഒരു ബുദ്ധിയും മനസ്സും ഏകതയും ഒക്കെ പ്രകടമാകുന്നത്. പ്രകടമാകണമെങ്കിൽ ഉണ്ടായിരിക്കണം. ഇത് മുന്നോട്ട് പോയി എത്ര വരെ വ്യാപിപ്പിച്ച് നമുക്ക് പോകാമോ അത്രയും ഒരേകീകൃതമായ സമഷ്ടി മനസ്സുണ്ട്, ഒരേകീകൃതമായ സമഷ്ടി ബുദ്ധിയുണ്ട്. ഇത് നമ്മുടെ ഋഷീശ്വരന്മാർ അനാദികാലമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അതെ, നമ്മുടെ സങ്കല്പങ്ങൾ സമഷ്ടി സങ്കല്പത്തിന് അനുകൂലമായാൽ നന്നായി. നമ്മുടെ ബുദ്ധിയുടെ വ്യാപാരം സമഷ്ടി ബുദ്ധി വ്യാപാരത്തിന് അനുസൃതമായാൽ നന്നായി. വിരുദ്ധമാകുമ്പോൾ സംഘർഷമായിരിക്കും, ഫലപ്രാപ്തി ഉണ്ടാവില്ല. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ വ്യക്തിനിഷ്ഠമായ മനസ്സും ബുദ്ധിയും സമഷ്ടി മനോബുദ്ധികൾക്കനുസരിച്ച് ക്രമീകരിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. ഇതൊന്നും പുതിയ സിദ്ധാന്തങ്ങളല്ല, വൈദികങ്ങളായ ആശയങ്ങളാണ്. ചിന്തിക്കുക. അപ്പോൾ ഈ സമഷ്ടി ബുദ്ധി ഉണ്ടല്ലോ, സൂക്ഷ്മം, സമഷ്ടി സ്ഥൂലമല്ല, സമഷ്ടി സൂക്ഷ്മ ബുദ്ധി, അതിൽ നിന്നാണ് മറ്റ് സൃഷ്ടിജാലങ്ങൾ വികസിതമായി വരുന്നത്. അതുകൊണ്ട് അത് ബ്രഹ്മാവെന്ന് പൗരാണികന്മാർ പറഞ്ഞു, ഹിരണ്യഗർഭനെന്ന് വേദാന്തികൾ പറഞ്ഞു. അതിനെയാണ് ഇവിടെ മഹാൻ ആത്മാ എന്ന് പറയുന്നത്. മഹതപരം അവ്യക്തം. ഈ ഹിരണ്യഗർഭനേക്കാൾ പരമാണ് അവ്യക്തം. ഇവിടെ ഭഗവത്ഗീതയിൽ തീർത്തും ഒരു സാഖ്യനെ പോലെയാണ് ഭാഷ്യകാരൻ പറഞ്ഞിട്ടുള്ളത്. അവ്യക്തത്തിന് മൂലപ്രകൃതി തന്നെ അർത്ഥം പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ബ്രഹ്മസൂത്ര ഭാഷ്യത്ത് പറയുക, ഇങ്ങനെ ചില മൂഢന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട് എന്നൊക്കെ. ആചാര്യസ്വാമി ഏത് തലത്തിലാണോ തൻ്റെ ചർച്ച അതിനനുസരിച്ച് അങ്ങോട്ട് പോകും. അതാണ്. അതുകൊണ്ടാണ് അവിരുദ്ധമായി ഇതിനർത്ഥം കാണണം നമ്മൾ പറഞ്ഞത്. ഇവിടെ അവ്യക്തം എന്നുള്ളതിന് വ്യക്തമല്ലാത്തത് എന്തോ അത് അവ്യക്തം. കാരണം ഈ അവ്യക്ത ശബ്ദം വളരെ വിഷമം പിടിച്ചൊരു ശബ്ദമാണ്. ചില സ്ഥാനങ്ങളിൽ അവ്യക്തം എന്നുള്ളത് പരമാത്മാ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവ്യക്തോക്ഷര ഇത്യുക്ത തമാഹു പരമാം ഗതിം, ഭഗവത്ഗീത. അവിടെ അവ്യക്തം എന്നുള്ളതിന് പരമാത്മാ എന്ന അർത്ഥം പറഞ്ഞത്. ആ അർത്ഥം ഇവിടെ പറയാൻ വയ്യ. കാരണം അവ്യക്താത് പുരുഷപര എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം സാഖ്യ ശബ്ദമാണെങ്കിൽ അവ്യക്തം മൂലപ്രകൃതി, മൂലപ്രകൃതിയേക്കാൾ പരനാണ് പുരുഷൻ. അപ്പം ഈ പറഞ്ഞ രീതിയിൽ അങ്ങനെ അർത്ഥം പറയാൻ പറ്റില്ല. അങ്ങനെ അർത്ഥം പറഞ്ഞാൽ വിരുദ്ധത വരുന്നുണ്ട്. പ്രത്യേകിച്ച് കാരണം ഹിരണ്യഗർഭൻ എന്നർത്ഥം പറഞ്ഞ സ്ഥിതിക്ക് അതിന് മുകളിൽ മൂലപ്രകൃതി എന്നർത്ഥം പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ അവ്യക്ത ശബ്ദത്തിന് എന്തർത്ഥം പറയും? അവ്യക്ത ശബ്ദത്തിന്
കാരണബ്രഹ്മം എന്നർത്ഥം എടുക്കുക. ഏതൊരു സമഷ്ടി സങ്കല്പത്തിൽ നിന്നാണോ ഹിരണ്യഗർഭൻ ആവിർഭവിക്കുന്നത്, ഹിരണ്യഗർഭൻ്റെ ആവിർഭാവം പോലും ഏതൊരു സമഷ്ടി സങ്കല്പത്തിൽ നിന്നാണോ ചിന്തിക്കുക. കാരണബ്രഹ്മം. സ ഈക്ഷാഞ്ചക്രേ, അവൻ സങ്കൽപ്പിച്ചു. തദൈക്ഷത ബഹുസ്യാം, അത് ചിന്തിച്ചു ഞാൻ പലതായിത്തീരാം. സോ കാമയത, അവൻ കാമിച്ചു എന്നൊക്കെ വേദത്തിൽ ആവർത്തിച്ചു പറയുന്ന സൃഷ്ടി വിഷയകമായ സങ്കല്പത്തോടു കൂടിയ ബ്രഹ്മം, അതിൽ നിന്നാണ് സകല സൃഷ്ടിജാലങ്ങളും വരുന്നത്. ആ ഒരു കാരണഭാവത്തോടു കൂടിയ ബ്രഹ്മം, കാരണബ്രഹ്മം. എന്നിട്ട് പറയാണ് അവ്യക്താത് പുരുഷപരഃ, അവ്യക്തത്തിനും ഉപരിയാണ് പരമപുരുഷൻ, കാര്യകാരണഭാവങ്ങളൊന്നുമില്ലാത്ത നിഷ്കാരണമായ പരമമായ സത്യം, സത്സ്വരൂപൻ. അവിടെ സൃഷ്ടിയുമില്ല, സൃഷ്ടി വിഷയകങ്ങളായ സങ്കല്പങ്ങളുമില്ല, ജീവ ജഗത് ഈശ്വര ഭേദങ്ങളില്ല. ഈ ജീവ ജഗത് ഈശ്വര ഭേദങ്ങളില്ലാത്ത പരമസത്യസ്വരൂപനെയാണ് ഇവിടെ പുരുഷഃ പരഃ എന്ന് പറഞ്ഞത്. ഇത് തന്നെ തൻ്റെ പാരമാർത്ഥിക സ്വരൂപമെന്നറിയുക. സുഷുപ്തിയോട് ബന്ധപ്പെട്ട് ഈശ്വരഭാവം, സ്വപ്നത്തോട് ബന്ധപ്പെട്ട് ഹിരണ്യഗർഭഭാവം, ജാഗ്രത്തിനോട് ബന്ധപ്പെട്ട് വിരാട് ഭാവം തന്നിൽ കണ്ടോളണം. വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ, അതിനെല്ലാം അപ്പുറത്താണ് തൻ്റെ സ്വരൂപം. ഈശ്വരനുപരിയാണ് തൻ്റെ സ്വരൂപം, ബ്രഹ്മസ്വരൂപം. അഹം ബ്രഹ്മാസ്മി. പുരുഷാന്ന പരം കിഞ്ചിത്, അതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ? അതിനപ്പുറത്തൊന്നും ഇല്ല. അപ്പം ഇവിടെ പുരുഷൻ എന്നുള്ളതിന് എന്താർത്ഥം എടുക്കും? പൂർണ്ണം അനേന സർവമിതി പുരുഷ. സർവം എന്തിനാൽ പൂർണ്ണമാണോ? പൂർണ്ണമദ പൂർണ്ണമിതം എന്ന് സ പുരുഷ. അവനാണ് ഇവിടെ പുരുഷൻ എന്ന് പറഞ്ഞത്. ഇത് അവിരുദ്ധമായ വ്യാഖ്യാനമാണ്. ഇതെന്ത് ഇങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇതേ ആശയം ഭഗവത്ഗീതയിൽ വന്നപ്പോൾ ഭഗവാൻ ഭാഷ്യകാരൻ സാഖ്യനെ കൂടെ കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശത്തോടു കൂടി കുറച്ച് അവൻ്റെ പദാവലികളൊക്കെ തുടക്കത്തിലെടുത്ത് ഒടുവിലെത്തുമ്പോഴത്തേക്ക് തീർത്തും വേദാന്തത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഭഗവാൻ ഭാഷ്യകാരൻ്റെ തന്നെ ആശയത്തോട് കുറച്ച് ചില വിരുദ്ധതകൾ വന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ അവിരുദ്ധമായി നമ്മൾ മനസ്സിലാക്കുന്നത്. ശ്രദ്ധിക്കുക. ഏതായാലും പുരുഷ ശബ്ദത്തിന് ഇവിടെ എല്ലാം എന്തിനാൽ പൂർണ്ണമോ അതെന്നർത്ഥം എടുക്കുക. പൂർണ്ണം അനേന സർവം ഇതി പുരുഷ. പൂർണ്ണത്വാത് പുരുഷ, പൂർണ്ണമാണെന്നതുകൊണ്ട് പുരുഷൻ. പുരുഷാന്ന പരം കിഞ്ചിത് സ കാഷ്ഠ സാ പരാഗതി. ഇതാണ് പരാകാഷ്ഠ. ഏതിൻ്റെ പരാകാഷ്ഠ? താരതമ്യത്തിൻ്റെ. താരതമ്യം എവിടുന്ന് ആരംഭിച്ചു? ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ അർത്ഥേഭ്യശ്ച പരം മന മനസ്സസ്തു പരാബുദ്ധി ബുദ്ധേരാത്മാ മഹാൻ പരഃ മഹത പരമവ്യക്തം അവ്യക്താത് പുരുഷപര എന്നുള്ള താരതമ്യ ചിന്തനത്തിൻ്റെ പരാകാഷ്ഠയാണിത്. സ പരാഗതി, അതാണ് പരമമായ ഗതി. പരമമായ ഗതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യാതൊന്നിനെ പ്രാപിച്ചാൽ പിന്നെ പിന്തിരിയേണ്ടതില്ലയോ, അന്വേഷ്യവും അന്വേഷകനും എന്ന ഭേദം ശേഷിക്കാത്തത് എവിടെയോ, അതാണ് പരാഗതി. തദ്വിഷ്ണോഹോ പരമം പദം, ഇതാണ് വിഷ്ണുവിൻ്റെ പരമപദം.
ഈ വിഷ്ണുവിൻ്റെ പരമപദത്തിൽ രൂപവാനായി വിഷ്ണു സങ്കല്പിച്ചു, അല്ലെങ്കിൽ വിഷ്ണുവിനെ സങ്കല്പിച്ചു. ആ വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നൊരു താമരയും ആ താമരയിൽ ഒരു ബ്രഹ്മാവിനെയും സങ്കല്പിച്ചു. ആ ബ്രഹ്മാവ് സൃഷ്ടിജാലങ്ങൾ ചെയ്യുന്നത് സങ്കല്പിച്ചു. പൗരാണികമായ വീക്ഷണം നോക്കുക, എന്നാലും നമ്മൾ ഇവിടെ തന്നെ എത്തും. അതാ ഈ ബ്രഹ്മാവ് സൃഷ്ടി ചെയ്യാൻ പുറപ്പെട്ടപ്പോൾ എങ്ങനെയാ അപ്പോൾ സൃഷ്ടി ചെയ്യണ്ടോ എന്ന് ആലോചന, ഒരു പിടുത്തവും കിട്ടണില്ല. അപ്പോഴാ താനിരിക്കണ താമരയുടെ ഉള്ളിലേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടൊന്ന് ഇറങ്ങിപ്പോയി ഈ നാളത്തിലൂടെ മെല്ലെ അകത്തേക്ക് പോകുമ്പോഴാണ് തപ്പ തപ്പ എന്ന ആകാശത്തുനിന്നൊരു ശബ്ദം കേട്ടു പറഞ്ഞത്. അങ്ങനെ തപസ് ചെയ്തു. തപഹ അത്ര സൃഷ്ടി വിഷയകം അന്വാലോചനമെന്ന് ഉപനിഷത്ത് വിഷയത്തിൽ ഭഗവാൻ ഭാഷ്യകാരൻ പറയും. അങ്ങനെ തൻ്റെ മൂലമെന്തെന്ന് അന്വേഷിച്ചു. ആ അറിവിൽ നിന്ന് സൃഷ്ടി വിഷയകമായ തന്ത്രം ഉണ്ടാക്കി. അതിമനോഹരമായ കൽപ്പനയാണ് പുരാണത്തിൽ. പക്ഷെ പുരാണമാവുമ്പോൾ എന്താ വെച്ചാൽ ആലങ്കാരികമായ ഭാഷയിലാ പറയുക. നമ്മൾ പലപ്പോഴും അതിൽ കുടുങ്ങിപ്പോവും. ചിന്തിക്കുക, അതിൽ കുടുങ്ങിപ്പോവും. തത്വം എന്താന്ന് പലപ്പോഴും മനസ്സിലാക്കാതെ പോകും. ഇരിക്കട്ടെ, ഇത് സ്വാമി പറഞ്ഞതൊക്കെ കേട്ടു, എന്നാലൊരു വ്യക്തതയില്ലല്ലോ. വ്യക്തത ഉണ്ടാവില്ല. അതെന്താ അത് പറയാൻ പോകുന്നുണ്ട്. യേഷ സർവേഷു ഭൂതേഷു ഗൂഢോത്മാന പ്രകാശതേ ദൃശ്യത്തെ ത്വഗ്രയാ ബുദ്ധ്യാ സൂക്ഷ്മയാ സൂക്ഷ്മദർശിഭിഃ. യേഷ സർവേഷു ഭൂതേഷു ഗൂഢോത്മാന പ്രകാശതേ ദൃശ്യത്തെ ത്വഗ്രയാ ബുദ്ധ്യാ സൂക്ഷ്മയാ സൂക്ഷ്മദർശിഭിഃ. ഇത്ര രണ്ട് മന്ത്രങ്ങളിലൂടെ വിസ്തരിച്ച് പറഞ്ഞെങ്കിലും ഇത് വ്യക്തമല്ല എന്ന് പറയും എന്ന് ആചാര്യനറിയാം. അതുകൊണ്ട് ആചാര്യൻ പറയുകയാണ്, യേഷഃ ഈ വിഷ്ണു ഉണ്ടല്ലോ, ഈ വിഷ്ണുവിൻ്റെ പരമധാമം പുരുഷാന്ന പരം കിഞ്ചിത് സാ കാഷ്ഠ സാ പരാഗതി എന്ന് പറഞ്ഞ വിഷ്ണു സ്വരൂപം യേഷ സർവേഷു ഭൂതേഷു ഗൂഢഃ, സർവഭൂതങ്ങളിലും ഗൂഢനായിരിക്കുകയാണ്. നമുക്ക് കുഴപ്പം എന്താ വെച്ചാൽ നമ്മൾ എവനെ തേടിയിട്ട് പലയിടത്തേക്കാണ് പോണത്. അതെ, എത്ര ദൂരേക്കോ അത്ര ദൂരേക്ക് പോകും. അതുകൊണ്ട് വളരെ ലളിതമായിട്ട്, ഇനി അങ്ങോട്ട് ലളിതമാക്കാൻ വയ്യാത്ത വിധം ശുദ്ധ മലയാളത്തിൽ നമ്മളോട് പറഞ്ഞു തന്നു. ഏറെ പ്രാചീനമല്ലാത്ത കാലത്ത്, ഈ അടുത്ത കാലത്ത് കുഞ്ഞുണ്ണി മാഷ് ഗുരുവായൂരിലേക്കുള്ള ദൂരം വായിച്ച് കേൾക്കവേ എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ദൂരം കണ്ട് അമ്പരന്നു ഞാനെന്ന്. എന്താ സ്ഥിതി? ഗുരുവായൂരിലേക്ക് എത്ര കിലോമീറ്റർ ദൂരമുണ്ട്? 100 ചില്ലാൻ കിലോമീറ്റർ ഉണ്ട് എറണാകുളത്ത് നിന്ന്. ഇത് വായിച്ച് കേൾക്കവേ എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ദൂരം കണ്ട് അമ്പരന്നു ഞാൻ. നമുക്കതിനേക്കാൾ ദൂരത്തേക്കാണ് ഇഷ്ടം. വൈകുണ്ഠമായിക്കോട്ടെ, എത്ര കിലോമീറ്റർ വൈകുണ്ഠത്തിലേക്ക്? എന്തായാലും കുറേ ഉണ്ട്. അപ്പോൾ ചിലർക്ക് അതും മതിയാവില്ല. അപ്പോൾ അവർ വൈകുണ്ഠത്തിനേക്കാൾ ദൂരത്തേക്കാക്കി. ഗോലോകം അവിടെയാ. ഗോലോകത്തിലാണ് കൃഷ്ണൻ രാധാസമേതനായിട്ട് ഇരിക്കണത്. എവിടെയാ ഗോലോകം? അയ്യോ, അത് എത്രയോ ദൂരെയാ. തദ്ദൂരേ, ദൂരെയാണ്. ഇങ്ങനെ ദൂരെ 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 പോയി അന്വേഷിക്കുന്നവൻ ആര്? അവനുള്ളിൽ ഗൂഢനായി അന്വേഷ്യമിരിക്കുന്നു. ഈ അന്വേഷ്യത്തെയും വെച്ചിട്ടാണ് അങ്ങും ഇങ്ങും പരതി നടക്കുന്നത്. എവിടെ പോയാൽ കാണുമോ? എവിടെ പോയിട്ട് എന്താ കാണാൻ പോണ? ഒന്നും കാണാൻ പോണില്ല. പലതും കണ്ടുവരും, അത്രയൊക്കെ ഉള്ളൂ.
അതുകൊണ്ട് പറയുന്നു ഏഷഃ സർവേഷു ഭൂതേഷു ഗൂഢഃ. എങ്ങനെ ഗൂഢഃ? നേരത്തെ പറഞ്ഞിട്ടുണ്ടത്. തം ദുർദർശം ഗൂഢമനുപ്രവിഷ്ടം ഗുഹാഹിതം. ഗുഹാഹിതത്വാത് ഗൂഢഃ. ഗുഹാഹിതനായതുകൊണ്ട് ഗൂഢൻ. ഒരാൾ ഇരിക്കുന്നിടത്ത് വേണ്ടേ അയാൾ അന്വേഷിക്കുക? ഞാൻ നിന്നെ എവിടെയൊക്കെ നോക്കിയെന്ന് ചിലർ പറയാറുണ്ട്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, ഇവിടെ ഞാൻ നോക്കിയില്ല. ഇവിടെ നോക്കാണ്ട് വേറെ എവിടെയൊക്കെ നോക്കിയിട്ട് എന്താ കാര്യമുള്ളത്? അപ്പം എവിടെ അന്വേഷിക്കേണ്ടതെന്ന് അറിയണം. ആ സ്ഥലം ശരിക്കും പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്തില്ലാച്ചാൽ പ്രശ്നമാണ്. ഒരിക്കൽ ഈ ശബരിമലയിൽ അവിടെ ഡ്യൂട്ടിക്ക് ഇരുന്ന ഒരു പോലീസുകാരൻ നമ്മളോടൊന്ന് പറഞ്ഞതാണ്. ആശ്രമത്തിൽ സ്ഥിരം വരുന്ന ഒരാളാണ്. ആശ്രമത്തിൽ എല്ലാവരും പോലീസ് നിന്ന് അയാളെ വിളിക്കുക. അയാൾ ഡ്യൂട്ടിക്ക് പോയപ്പോൾ കേട്ടൊരു അനൗൺസ്മെൻ്റാണ്, തങ്കവേലു എங்கே ഇരുന്നാലും ഇங்கே വര വേണ്ടുന്നു. എങ്കേന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഇത് പമ്പ തൊട്ട് സന്നിധാനം വരെ എല്ലായിടത്തും വലിയ ഹോണുകളുണ്ട്. ഇതിലൂടെ മുഴുവൻ കേൾക്കും, എല്ലായിടത്തും കേൾക്കും. എന്താ കേൾക്കണത്? തങ്കവേലു എവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും ഇവിടെ വരണം. എവിടെ? ഈ ഭാവം ഇന്ന സ്ഥലത്തു നിന്നാണ് അനൗൺസ് ചെയ്യുന്നത്, മൈക്ക് പോയിൻ്റ് ഇന്നടുത്താണ്, ഇന്നടുത്ത് വരണമെന്ന് പറയേണ്ടതാണ്. ഇത് വലിയ പ്രശ്നമാണ്. നമുക്ക് പരിചയമില്ലാത്തൊരു നാട്ടിൽ നമ്മൾ പോയി, എന്നാ കെട്ടിടത്തിലേക്ക് അവിടെയാണ് ഞാൻ കാത്തിരിക്കുന്നു. എവിടെയാ അത്? അത് തെക്കാണ്. ആ റോഡിൻ്റെ തെക്ക് ഭാഗത്താണ്. തെക്കും വടക്കും നമുക്കറിയോ? അറിയില്ല. പിന്നെ ആ നാട്ടുകാരനോട് ചോദിക്കണം. ഒക്കെ പ്രശ്നമാണ്. നേരെ മറിച്ച് കൃത്യമായി ഇന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് പോയി അന്വേഷിക്കാം. മറ്റേ വലിയ പ്രശ്നമാണ്. തെക്ക് വടക്കൊക്കെ കണ്ടുപിടിക്കാൻ പണി തന്നെ. പിന്നെ സൂര്യൻ്റെ ഗതിക്ക് അനുസരിച്ചൊക്കെ നോക്കുകയൊക്കെ ചെയ്യാം. കുറച്ചൊക്കെ ചിലപ്പോൾ ഒക്കെ ശരിയാവും, അത്രയേ ഉള്ളൂ. അതിന് മൂടിക്കെട്ടി സൂര്യനെ കാണാത്ത സമയമാണെന്ന് വെച്ചാൽ ഒരു പിടിപാടുമില്ല. ചിന്തിക്കുക. ഇനി ഇടത്ത് വലത്ത് എന്ന് പറഞ്ഞാലോ അതും വലിയ പ്രശ്നമാണ്. അതും വലിയ പ്രശ്നമാണ്. അതെന്താ സ്വാമി ഇടം വലം പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരിക്കൽ ഞങ്ങൾ കുറച്ച് പേര് കൂടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോവുക. ഒരാളുടെ ആ പോണ വഴിക്ക്, പ്രഭാഷണത്തിന് പോണ വഴിക്ക് ഒരാളെ കാണണം. വളരെ പ്രായമുള്ളൊരു മഹാനായിട്ടുള്ളൊരു വ്യക്തിയാണ്. വലിയ മഹാൻ എന്ന് പറഞ്ഞാൽ പോരാ, വളരെയധികം മഹാനായിട്ടുള്ളൊരു വ്യക്തിയാണ്. കേരളത്തിൽ ഇന്ന് കഥകളി ആചാര്യന്മാരിൽ ജീവിച്ചിരിക്കുന്നൊരു അത്ഭുതമാണ് ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. വടക്കൻ ചിട്ടയും തെക്കൻ ചിട്ടയും ഒരുപോലെ അറിയുന്ന ഒരാളെ എന്ന് ജീവനോടുള്ളൂ. 98 വയസ്സ് കഴിഞ്ഞു. 98ാം വയസ്സിലും വേഷം കെട്ടി. ഇരിക്കട്ടെ, അത് വേറെ വിഷയം. വിനയത്തിൻ്റെ മൂർത്തിയാണ്. അദ്ദേഹത്തെ പറ്റി അല്ല പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് പോണത്. അപ്പം വാഹനം ഓടിക്കണത് നമ്മൾ തന്നെയാണ്. അപ്പോൾ കൂട്ടത്തിൽ ചിലർ പറഞ്ഞു ഇതിൻ്റെ ഇടത്ത് ഭാഗത്താണ്, എനിക്ക് വഴി അറിയാം. അല്ല സ്വാമി, വലത്ത് ഭാഗത്താ. സന്തോഷം, നമ്മളെത്തി. ഇടത് ഭാഗത്താന്ന് പറഞ്ഞാലൊക്കെ ഇറങ്ങിക്കോളൂ പറഞ്ഞു. ഇടത് ഭാഗത്താന്ന് പറഞ്ഞാലൊക്കെ ഇറങ്ങാം. വലത്ത് ഭാഗത്താന്ന് പറഞ്ഞാൽ ഇറങ്ങാൻ നടന്നു ഇരുന്നോളാം. ഒക്കെ ഇറങ്ങി നമ്മൾ നേരെ വണ്ടി മുന്നോട്ട് കൊണ്ടുപോയി തിരിച്ചു. ഇനി വലത്ത് ഭാഗത്താന്ന് പറഞ്ഞാലൊക്കെ ഇറങ്ങിക്കോളാം. പ്രശ്നം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. എന്തിനാ വെറുതെ അവരോട് ലഹളയ്ക്ക് നിൽക്കണം? ഒരഭിപ്രായ വ്യത്യാസത്തിൻ്റെ ആവശ്യമില്ല. രണ്ടാൾ പറഞ്ഞത് ശരിയാണ്. ഇത്രയേ ഉള്ളൂ. കാരണം എങ്ങോട്ട് പോകുമ്പോൾ ഇടത്ത്, എങ്ങോട്ട് പോകുമ്പോൾ വലത്ത്. അപ്പോൾ ഒരിക്കലും നമ്മൾ സ്ഥാനനിർദ്ദേശം ചെയ്യുമ്പോൾ അങ്ങനെ പറയരുത്. ആരോട് എന്ത് വഴി പറഞ്ഞു കൊടുക്കുകയാണെങ്കിലും എന്തെങ്കിലും അടയാളം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. വ്യക്തമല്ലാതെ പറഞ്ഞിട്ട് പല പ്രശ്നങ്ങളും നാട്ടിലുണ്ടാവാറുണ്ട്. സംഭാഷണം എപ്പോഴും വ്യക്തമായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ എവിടെയും കറങ്ങും. ചിന്തിക്കുക. അപ്പം എവിടെയാണ് ഈ വിഷ്ണുവിനെ അന്വേഷിക്കേണ്ടത്? വ്യക്തമായി പറഞ്ഞു തരുന്നു. സർവേഷു ഭൂതേഷു ഗൂഢഃ. സർവഭൂതങ്ങളിലും ഗൂഢനായിരിക്കുന്നു, ഗുഹാഹിതനായിരിക്കുന്നു. ഏതാ ഗുഹ എന്ന് ഇവിടെ 2-3 പ്രാവശ്യം പറഞ്ഞിട്ട് ഇനി വീണ്ടും പറയണില്ല.
ദേഹാദഭ്യന്തര പ്രാണ, പ്രാണാദഭ്യന്തരം എന്ന് പറഞ്ഞ വാക്യം ഓർമ്മിക്കുക. മനഃ. ശരീരപ്രാണ മനോബുദ്ധികൾക്കുള്ളിലേക്ക് അന്വേഷിച്ച് ഞാൻ 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 എന്ന പ്രത്യയം എവിടെ നിന്നാ പുറപ്പെടണമെന്ന് വെച്ചാൽ അവിടെ ഒന്നാണ്ട് പോവുക, ഒരു യാത്ര ചെയ്യുക. ന പ്രകാശത്തെ, പ്രകാശിക്കുന്നില്ല. അതാ പെട്ടെന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അതൊരു ദോഷമല്ല. ഗൂഢനാണ്, ഗൂഢനായതുകൊണ്ട് പ്രകാശിക്കുന്നില്ല. അപ്പം ഗൂഢനായിരിക്കുന്ന ഒരാളെ, അയാൾ പ്രകാശസ്വരൂപനാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമ്മൾ അകത്തോട്ട് പോകണം. എവിടെയാണോ ഗൂഢൻ ഇരിക്കണത് അങ്ങോട്ട് പോകണം. അതിനെന്താ വഴി? വഴി പറഞ്ഞു തരുന്നു. ദൃശ്യത്തെ ത്വഗ്രയാ ബുദ്ധിയാ സൂക്ഷ്മയാ സൂക്ഷ്മദർശിഭിഃ. ദൃശ്യത്തെ, കാണുന്നു, സംശയമൊന്നുമില്ല. എങ്ങനെ? അഗ്രയാ ബുദ്ധിയ, അഗ്രയായിരിക്കുന്ന ബുദ്ധി കൊണ്ട്. അഗ്രയായിരിക്കുന്ന ബുദ്ധി. ഇപ്പം നമുക്ക് പുതിയ ബുദ്ധി ആർക്കും മേടിക്കാൻ കിട്ടുമൊന്നുമില്ല. എനിക്ക് ഉപനിഷത്ത് പഠിക്കണം, കുറച്ച് ബുദ്ധി തരണം എന്ന് പറഞ്ഞാൽ ഇവിടുന്നും കിട്ടാൻ പോണില്ല. ഇപ്പോൾ ഉള്ള ബുദ്ധിയെ ഏകാഗ്രമാക്കാനേ സാധിക്കൂ. അഗ്രയാക്കണം, അഗ്രയ. സൂചിദ്വാരത്തിലേക്ക് നൂല് കോർക്കുന്ന പോലെ എന്ന് മുൻപ് പറഞ്ഞു ഇവിടെ ദൃഷ്ടാന്തം. അവിടെ നൂലിൻ്റെ അഗ്രം നമ്മൾ വെള്ളം ചേർത്ത് അഗ്രയാക്കിയാലേ ഈ സൂചിദ്വാരത്തിലേക്ക് അത് കടക്കൂ. ഇതുപോലെ ഉപാസനകളെ കൊണ്ട് ഏകാഗ്രത നേടിയെടുത്താൽ മാത്രമേ ഇത് സാധിക്കൂ. അല്ലാച്ച നമുക്ക് ഉപനിഷത്ത് പ്രസംഗിക്കാം, പ്രസംഗം കേൾക്കാം. പ്രസംഗിക്കുന്ന ആളും അറിയില്ല, കേൾക്കുന്ന ആളും അറിയില്ല. പ്രസംഗിക്കുന്ന ആൾ ദക്ഷിണയും വാങ്ങിപ്പോവും, പ്രസംഗം കേൾക്കുന്ന ആൾ ദക്ഷിണ കൊടുത്തും പോവും. അത്രയേ ഉള്ളൂ. രണ്ടു കൂട്ടരും അറിയില്ല. ഉപാസന ഇല്ലെങ്കിൽ, ഉപാസന കൊണ്ട് അന്ധക്കരണം ഏകാഗ്രമായിരിക്കണം. അത് ശ്രദ്ധിക്കുക. ഇന്നൊരു പരിഷ്കാരമായിരിക്കുകയാണ് ഉപാസനയെ നിഷേധിക്കുക എന്നുള്ളത്. വലിയ ടോപ്പ് വേദാന്ത പറയുക. ഓഹ്, എത്ര ഉയർന്ന വേദാന്ത പറയുക എന്ന് കണക്കില്ല. പക്ഷെ ഒന്നറിയാം, ജീവിതത്തിൽ നിത്യമായ ഉപാസനയിലൂടെ അല്ലാതെ സൂക്ഷ്മ തത്വജ്ഞാനം ഉണ്ടാവില്ല. പ്രസംഗിക്കാം, അതിനിപ്പോൾ ഇച്ചിരി പുസ്തകം അവിടുന്ന് ഇവിടുന്ന് പഠിച്ചാൽ മതി. അത് ശ്രദ്ധിക്കുക. ഉപാസന നിർബന്ധമാണ്. ഉപാസനയിലൂടെ ഏകാഗ്രത, ചിത്തശുദ്ധി. അതാണ് അഗ്രയാ ബുദ്ധിയാ ദൃശ്യത്തെ. അഗ്രയായിരിക്കുന്ന ബുദ്ധി നേടണം. അഗ്രയ, ഏകാഗ്ര. അതിനാ പണിയെടുക്കേണ്ടത്. എങ്ങനെയുള്ള ബുദ്ധി? സൂക്ഷ്മയായ ബുദ്ധി, അതീവ സൂക്ഷ്മയായ ബുദ്ധി. സ്ഥൂലമായി പലതിലേക്ക് കൊരുക്കപ്പെട്ട ബുദ്ധിയല്ല. പലതിൻ്റെ പിന്നാലെ ഓടുന്ന ബുദ്ധിയല്ല. സൂക്ഷ്മമായ ബുദ്ധി. ഈ സൂക്ഷ്മവും ശുദ്ധവും ഏകാഗ്രമൊക്കെ ഒന്ന് തന്നെയാണ്. അത് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ശുദ്ധബുദ്ധി അല്ലെങ്കിൽ സൂക്ഷ്മബുദ്ധി അല്ലെങ്കിൽ ഏകാഗ്രബുദ്ധി, ഇതുകൊണ്ടാണ് ദർശിക്കാൻ കഴിയുന്നത്. ആരാൽ? സൂക്ഷ്മദർശിഭിഃ, സൂക്ഷ്മദർശികളാൽ. സൂക്ഷ്മമായ തത്വത്തെ ദർശിക്കുന്നവനാരോ, ദർശിക്കുന്ന ആളാരോ അയാൾ സൂക്ഷ്മദർശി. സൂക്ഷ്മദർശികളാൽ. നമുക്കെല്ലാം സൂക്ഷ്മദർശികളാവാനുള്ള അധികാരമുണ്ട്. സൂക്ഷ്മമായതിനെ ദർശിക്കാനുള്ള സാമർഥ്യം. അങ്ങനെ സൂക്ഷ്മദർശികളാൽ സൂക്ഷ്മയായ ഏകാഗ്രയായ ശുദ്ധയായ ബുദ്ധി കൊണ്ട് ഈ തത്വം ദർശിക്കപ്പെടും. എവിടെ? ഗുഹയിൽ. അതാണ് യേശ സർവേഷു ഭൂതേഷു ഗൂഢോത്മാന പ്രകാശതേ
ദൃശ്യതേ ത്വഗ്രയാ ബുദ്ധ്യാ സൂക്ഷ്മയാ സൂക്ഷ്മദർശിഭിഃ. ശരി, പറഞ്ഞത് ശരിയാ, മനസ്സിലായി. പക്ഷേ ഈ അത്യന്ത സൂക്ഷ്മമായ ബുദ്ധി, ആത്മദർശന സമർത്ഥമായ ബുദ്ധി എനിക്കെങ്ങനെ കിട്ടും? ആത്മദർശന സമർത്ഥയായ ബുദ്ധിയെ നേടണം. അതെങ്ങനെ കിട്ടും? പറയുന്നു, യച്ഛേദ്വാങ് മനസി പ്രാജ്ഞ തത് യച്ഛേദ് ജ്ഞാന ആത്മനി. ജ്ഞാനമാത്മനി യച്ഛേദ് തം യച്ഛേദ് ശാന്ത ആത്മനി. യച്ഛേദ്വാങ് മനസി പ്രാജ്ഞ തത് യച്ഛേദ് ജ്ഞാന ആത്മനി. ജ്ഞാനമാത്മനി മഹതി യച്ഛേദ്. അവിടെ നിയച്ഛേദെന്നും പാഠമുണ്ട്. തം യച്ഛേദ് ശാന്ത ആത്മനി. നോക്കൂ, യച്ഛേദ് വാക്ക് മനസ്സി. മനസ്സി എന്നുള്ള ദീർഘം ഛാന്ദസമാണ്. അർത്ഥം പറയുമ്പോൾ നമ്മളത് സാധാരണ സംസ്കൃതത്തിലേക്ക് മാറ്റി മനസ്സി എന്ന് പറയണം. ദീർഘാള കുറച്ചാളണം. യച്ഛേദ് വാഗ് മനസ്സി. തദ് യച്ഛേദ് ജ്ഞാന ആത്മനി. ജ്ഞാനം മഹതി ആത്മനി നിയച്ഛേദ്. തം ശാന്ത ആത്മനി യച്ഛേദ്. അതിസൂക്ഷ്മ സാധനയാണ്. യച്ഛേദ് വാഗ് മനസ്സി. വാക്കിനെ മനസ്സിൽ നിയമിക്കൂ. വാക്ക് എവിടുന്നാ പുറത്തേക്ക് വരണേ? മനസ്സുന്നാ, അല്ലെങ്കിൽ ഉള്ളുന്നാന്ന് പറയാം. ഈ ഉള്ളുന്ന് വരുന്ന വാക്ക് മനസ്സിന് അനുരൂപമായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. മനസ്സിന് അനുരൂപമായിട്ടാണ് വാക്ക് പുറമേക്ക് വരുന്നത്. ഇപ്പം പുറമേക്ക് വിവിധാകാരത്തിൽ വ്യാപിക്കുന്ന വാക്കിനെ അതിൻ്റെ മൂലമായ മനസ്സിൽ ലയിപ്പിക്കൂ, ശാന്തമാക്കൂ. ഇപ്പം വാക്കുണ്ടോ? ഇപ്പം വാക്കില്ല. വാക്ക് മനസ്സിലൊതുങ്ങി. ഇവിടെ വാക്കെന്ന് പറഞ്ഞത് കേവലം വാക്കിനെ സംബന്ധിച്ചല്ല. വാക്കിവിടെ സർവ ഇന്ദ്രിയങ്ങളുടെയും ഉപലക്ഷണാർത്ഥമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ദ്രിയങ്ങളെ മനസ്സിലടക്കൂ എന്നാണ്. ഇന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും. അതെന്താ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും എന്ന് പറയാഞ്ഞേ? സ്ഥൂലം സൂക്ഷ്മം എന്ന കാരണം കൊണ്ടാണ്. കുറച്ചുകൂടി ജ്ഞാനേന്ദ്രിയങ്ങൾ രണ്ടും സൂക്ഷ്മമാണ്. ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും സൂക്ഷ്മമാണ്. എങ്കിലും അവയുടെ വ്യാപാരം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കുറച്ചൊരു സ്ഥൂലത നമുക്ക് തോന്നുന്നത് രജ പ്രധാനമായിരിക്കുന്ന കർമ്മേന്ദ്രിയങ്ങൾക്കാണ്. സത്വപ്രധാനമായ ജ്ഞാനേന്ദ്രിയങ്ങളെക്കാൾ സ്ഥൂലത. അതുകൊണ്ടാണ് ആദ്യം കർമ്മേന്ദ്രിയങ്ങളെന്നും പിന്നെ ജ്ഞാനേന്ദ്രിയങ്ങളെന്നും പറഞ്ഞത്. അപ്പോൾ കർമ്മേന്ദ്രിയങ്ങളിൽ ഒന്നായ വാക്കിനെ ആദ്യം പറഞ്ഞു. വാക്പാണി പാദ പായു ഉപസ്ഥങ്ങൾ 5 കർമ്മേന്ദ്രിയങ്ങൾ. ശ്രോത്ര ത്വഗ് അക്ഷി രസന ഘ്രാണങ്ങൾ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. ഈ ഇന്ദ്രിയങ്ങളെ മനസ്സിലടക്കുക. അപ്പോൾ വാക്കിനെ മനസ്സിലടക്കി പറഞ്ഞാൽ പിന്നെ വാക്ക് പുറത്തേക്ക് വരുന്നില്ല, അടങ്ങി. കയ്യ്, കാല്, ഉപസ്ഥം, പായു, ചെവി, മൂക്ക്, നാക്ക്, കണ്ണ്,
ഇങ്ങനെ കണ്ടിട്ടുള്ള എല്ലാ ഇന്ദ്രിയങ്ങളെയും മനസ്സിലടക്കി. ഇപ്പം ഇന്ദ്രിയ വ്യാപാരങ്ങളെല്ലാം സൂക്ഷ്മമായ മനസ്സിലടങ്ങി. തത് മനസ്സ് അതിനെ ജ്ഞാന ആത്മനിയച്ഛേദ, ജ്ഞാനാത്മാവിൽ ലയിപ്പിക്കൂ, ചേർക്കൂ. ജ്ഞാനമാകുന്ന ആത്മാവ് ബുദ്ധിയാണ്. മനസ്സിനെ ബുദ്ധിയിൽ നിയമിക്കൂ. സങ്കല്പ വികല്പാത്മക വ്യാപാരങ്ങളെ മുഴുവൻ നീ ബുദ്ധിയിൽ ലയിപ്പിക്കൂ. ഇപ്പം സങ്കല്പ വികല്പങ്ങൾ അടങ്ങി, മനസ്സിന് അടക്കം വന്നു. മനസ്സ് എവിടെ അടങ്ങി? ബുദ്ധിയിലടങ്ങി. എന്താ ബുദ്ധിയുടെ സ്വരൂപം? നിശ്ചയാത്മക ഭാവമാണ് ബുദ്ധിയുടെ സ്വരൂപം. ഇപ്പോൾ ഒറ്റ നിശ്ചയാത്മക പ്രജ്ഞയിലിരിക്കുക. ഈ അവസ്ഥയിലാണ് മനീഷി എന്ന് പറയുക. ഇപ്പം ഇന്ദ്രിയ വ്യാപാരങ്ങളില്ല, മനോവ്യാപാരങ്ങളുമില്ല. വളരെ സൂക്ഷ്മ സാധനയാണ്. ഇത്രക്കൊക്കെ വേണമെന്ന് ചോദിച്ചാൽ തൽക്കാലം പുറത്തിരുന്നോളൂ. എന്നിട്ട് പുറത്തിരിക്കാതെ പുറത്തൊന്നും പോകണ്ട, ഇവിടെ തന്നെ ഇരിക്കുക, ഈ ചർച്ചയിലേക്ക് വരാതിരിക്കുക. എന്നിട്ട് അകത്ത് കയറാൻ പറയുമ്പോൾ രണ്ടാമതും കയറിയാൽ മതി. അല്ലാതെ ദഹിക്കാത്തത് ആയ വിഷമായി. ദഹിക്കാണ്ടൊന്നുമില്ല. എന്താ അപ്പോൾ ദഹിക്കാണ്ട്? ഇത് പുറത്തേക്ക് എവിടേക്കും പോകാൻ പറയണില്ലല്ലോ, നമ്മുടെ ഉള്ളിലേക്ക് പോകാനല്ലേ പറയണത്. അപ്പോൾ ഇന്ദ്രിയങ്ങളെ മനസ്സിലടക്കൂ, മനസ്സിനെ ബുദ്ധിയിലടക്കൂ. ഈ ബുദ്ധിയെ ജ്ഞാനം ആത്മനി മഹതി, നേരത്തെ മഹാൻ ആത്മാ എന്ന് പറഞ്ഞു, സമഷ്ടി സൂക്ഷ്മമായ ഹിരണ്യഗർഭഭാവത്തിലേക്ക് തൻ്റെ വ്യഷ്ടിഗതമായ മനസ്സിനെ അടക്കൂ. അത് തന്നെയാണ് താനെന്ന് അനുസന്ധാനം ചെയ്തു. അവിടെ വ്യഷ്ടി സമഷ്ടി ഭേദം ഇല്ലാതാവുകയാണ്. സകല പ്രപഞ്ച വൈവിധ്യങ്ങളുടെയും സൂക്ഷ്മ കാരണം അതാണ് ഹിരണ്യഗർഭൻ. സമഷ്ടി സൂക്ഷ്മം അത് ലയിപ്പിക്കൂ. അതിൽ നിന്ന് അഭിന്നമാണ് വ്യഷ്ടി എന്ന ഭാവനയെ ചെയ്യൂ. അവനവൻ ചെയ്യേണ്ടതാണേ, ശ്രദ്ധിക്കുക. എന്നിട്ടോ തദ് തം യച്ഛേത് ശാന്ത ആത്മനി, ഈ ഹിരണ്യഗർഭഭാവത്തെ സകല വികാരങ്ങളും ഉപശമിച്ച കാര്യകാരണഭാവത്തിനതീതമായ, അതാണ് ശാന്തമായ ആത്മാവിൽ. തദ്വിഷ്ണോഹോ പരമം പദം എന്ന് നേരത്തെ പറഞ്ഞ സർവവികാരങ്ങളും ശാന്തമായ തൻ്റെ സ്വരൂപം. അവിടെ വ്യഷ്ടി സമഷ്ടി ഭേദമില്ല. ഇത് അതീവ സൂക്ഷ്മ സാധനയാണ്. അതുകൊണ്ട് അതിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം. സ്ഥൂല സാധനകൾക്ക് പോലും ഗുരുനാഥൻ വേണം. അപ്പം പിന്നെ സൂക്ഷ്മ സാധനകൾക്ക് പറയേണ്ടതുണ്ടോ? ഗുരുവും ശാസ്ത്രവും അതിൻ്റെതായ സമ്പ്രദായവും ഇല്ലാതെ സൂക്ഷ്മ സാധനകളിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ആ കുഴപ്പത്തിന് ഉത്തരവാദി ശാസ്ത്രമല്ല. സ്ഥൂല സാധനയ്ക്ക് പോലും ഗുരുനാഥൻ വേണം. വേണ്ടേ? വേണം. അവിടെ എപ്പോഴും ഓർമ്മിക്കാറുണ്ട്. ഒരാൾ ആശ്രമത്തിൽ വന്നു, വളരെ ചെറുപ്പക്കാരനാണ്. ഉമ്മർത്ത് 2 പല്ലും പോയത് കണ്ടപ്പോൾ ചോദിച്ചു, എന്താ പറ്റിയത്? പ്രായമായിട്ട് പോയതല്ല എന്ന് ഉറപ്പാണ്. അപ്പോഴാണ് പറഞ്ഞത് മയൂരാസനം ചെയ്തതാണ്. അതെ, എങ്ങനെയാ? ബുക്ക് നോക്കിയിട്ട്. അപ്പോൾ
യോഗിക് എക്സർസൈസസ് പുസ്തകമുണ്ട് ഇംഗ്ലീഷിൽ. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 നോക്കി സ്റ്റെപ്പ് ലാസ്റ്റ് എന്താണ്? ഉമ്മർത്തെ 2 പല്ലും പോയി. ഇത് തന്നെ, വേറൊന്നുമില്ല, വേറൊരു കുഴപ്പമില്ല. അപ്പോൾ പ്രായണ സ്ഥൂലമാണ് ആസനമൊക്കെ. ആസനം അത്ര സൂക്ഷ്മമെന്ന് പറയാൻ വയ്യ. അവിടെ പോലും ശരിയായ ഗുരുനാഥൻ്റെ നിർദ്ദേശം മാർഗദർശിത്വം ഇല്ലാച്ചാൽ ഇതിപ്പോൾ ഉമ്മർത്തെ പല്ലേ പോയുള്ളൂ, പ്രശ്നമില്ല. വേറെ വല്ലതൊക്കെ പറ്റിക്കഴിഞ്ഞാൽ വിഷമം തന്നെയാണ്. അതെ. അപ്പം അതുകൊണ്ട് ഇതാകട്ടെ വളരെ സൂക്ഷ്മ സാധനയാണ് പറഞ്ഞ്. യച്ഛേദ് വാഗ് മനസ്സി. പക്ഷെ ഇത് പറഞ്ഞത് തന്നെ പ്രാജ്ഞനെ കൊണ്ടാണേ, പ്രത്യേകം ശ്രദ്ധിക്കണത്. എല്ലാവരും ഇത് ചെയ്യരുത്. അതുകൊണ്ടാണ് യച്ഛേദ് വാങ് മനസ്സി പ്രാജ്ഞ. പ്രാജ്ഞനാണിത് ചെയ്യേണ്ടത്. പ്രകൃഷ്ടമായ ജ്ഞാനത്തോടു കൂടിയവൻ, ശാസ്ത്രജ്ഞാനം നല്ലതുപോലെ നേടിയ ഒരാളെ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്ന് ശ്രുതി അനുശാസിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ പ്രാജ്ഞ ശബ്ദം ഘടിപ്പിച്ചത്. നേരത്തെ പറഞ്ഞ പോലെ നരനൊന്നും അല്ല പറഞ്ഞ്, പ്രാജ്ഞൻ. പക്ഷെ പ്രാജ്ഞനാവാൻ എല്ലാവർക്കും അധികാരമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ വേണ്ടത്? പ്രാജ്ഞനാവണം, അല്ലേ? പ്രാജ്ഞനെ ഇത് ചെയ്യാൻ പറ്റൂ. യച്ഛേദ് വാങ് മനസ്സി പ്രാജ്ഞ. പ്രാജ്ഞൻ വാക്കിനെ മനസ്സിൽ ലയിപ്പിക്കട്ടെ, മനസ്സിനെ ബുദ്ധിയിൽ ലയിപ്പിക്കട്ടെ, ബുദ്ധിയെ ഹിരണ്യഗർഭനിൽ ലയിപ്പിക്കട്ടെ, ആ ഹിരണ്യഗർഭനെ കാര്യകാരണഭാവങ്ങൾക്ക് അതീതമായ പരബ്രഹ്മത്തിൽ ലയിപ്പിക്കട്ടെ. യച്ഛേദ്. ആര്? പ്രാജ്ഞൻ. അപ്പം പ്രാജ്ഞനാവാൻ എന്താണ് വേണ്ടത്? അതാണ് അടുത്ത സംശയം. പ്രാജ്ഞനെ ചെയ്യാൻ പാടുള്ളൂ, അല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. പ്രാജ്ഞനാവാനോ? അപ്പം പറയുന്നു, ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധത ക്ഷുരസ്യ ധാരാ നിശിതാ ദുരത്യയാ ദുർഗം പഥസ്തത് കവയോ വദന്തി. ഇതാണ് പ്രാജ്ഞനാവാനുള്ള വഴി, അല്ലാണ്ട് നിർത്തിയില്ല. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധത ക്ഷുരസ്യ ധാരാ നിശിതാ ദുരത്യയാ ദുർഗം പഥസ്തത് കവയോ വദന്തി. ഉത്തിഷ്ഠത. വേഗം എഴുന്നേറ്റോളൂ. പവണ്ടേ? പവണ്ട, കുറച്ച് മണി കഴിഞ്ഞിട്ട് മതി. എന്നാൽ ഇവിടെ അതാ പറയണത്. എഴുന്നേറ്റോളൂ. ജാഗ്രത. ഉണരൂ. ഇത് ക്രമം തെറ്റിപ്പോയോ? ജാഗ്രത ഉത്തിഷ്ഠത എന്നല്ലേ പറയേണ്ടത്? ഉണരൂ എഴുന്നേൽക്കൂ എന്നല്ലേ പറയേണ്ടത്? ഇവിടെ നേരെ തിരിച്ചാ. എഴുന്നേൽക്കൂ ഉണരൂ എന്നാ. അതെ, അങ്ങനെയാണ് പറയേണ്ടത്. കാരണം ഭാഷ്യകാരൻ ഭാഷ്യത്തിൽ പറയുന്നുണ്ട്, അനാദ്യ അവിദ്യ പ്രസുപ്താ ഹേ ജന്തവ ഉത്തിഷ്ഠ. അനാദിയായ അവിദ്യയിൽ കിടന്നുറങ്ങുന്ന അല്ലയോ ജന്തുക്കളെ, എഴുന്നേൽക്കൂന്ന്. അനാദിയായ അവിദ്യയിൽ കിടന്നുറങ്ങുക. ഇത് ഉറങ്ങി 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 മത്ത് പിടിച്ചിരിക്കുക. അപ്പോൾ എഴുന്നേറ്റാലും ഉണ്ടാവും എന്ത്? ഒരുറക്കച്ചടവ്. അതുകൊണ്ടാണ് പറയുന്നത്, നീ എഴുന്നേറ്റാൽ മാത്രം പോരാ, എഴുന്നേറ്റിട്ട് ജാഗ്രതയായിരിക്കണം. ചിലർ ഉണരണമെങ്കിലും വേണം എഴുന്നേൽപ്പിക്കുക. അങ്ങനെ ചെയ്യരുതേ. ഇനി പറയുന്ന പരീക്ഷണം ആരും ചെയ്യരുതേ. ചെയ്തിട്ട് വേറെ വല്ല കുഴപ്പം വന്നാൽ നമ്മളോട് കുറ്റം പറയരുത്. എന്നാലും ഈ വിളിച്ചിട്ടും 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 എണീക്കാത്ത കുട്ടികളുണ്ടാവും. അവർ എണീപ്പിച്ച് നിർത്തിച്ചോളൂ, അപ്പോൾ ഉണർന്നോളൂ. ചെയ്യരുതേ. ഭാഷ്യകാരൻ പറഞ്ഞിട്ടുണ്ട്, ദുർഭിഷജ്യമായിരിക്കും അവരുടെ രോഗം എന്ന്. ഒരു കുട്ടിയെ, നല്ല ഉറങ്ങുന്ന ഒരാളെ, കുട്ടിയല്ല മുതിർന്ന ആളെപ്പോലും നല്ലപോലെ ഉറങ്ങുകയാണെങ്കിൽ തട്ടി വിളിക്കാൻ പാടില്ല എന്ന് ഭാഷ്യകാരൻ പറയുന്നുണ്ട്. പെട്ടെന്ന് അയാളെ ജാഗ്രതയിലേക്ക് കൊണ്ടുവരരുത്. പതുക്കെ
കൊണ്ടുവരണം. അതിനാ പണ്ട് ഈ രാജാക്കന്മാരൊക്കെ ചില്ലാനം കൊടുത്തിട്ട് ആളെ വയ്ക്കും, പാട്ടുപാടി ഉണർത്തും അവർ. വംശമഹിമയൊക്കെ പറഞ്ഞ് നിൻ്റെ അച്ഛൻ അത്ര കേമനായിരുന്നു, അച്ഛൻ അത്ര കേമനായിരുന്നു, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു വംശമഹിമ പാടി ഉണർത്താൻ വന്ധ്യ വൃന്ദം തന്നെ. അവരുടെ പണി അതാ. സൂതന്മാർ, വന്ധ്യവൃന്ദങ്ങൾ അവർ പാട്ടുപാടി രാജാവിനെ ഉണർത്തും. നമുക്കപ്പോൾ അങ്ങനെ ആരെയും വെക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് സ്നേഹമായിട്ട് വേണം വിളിച്ചുണർത്തുക. കുട്ടികളെയൊക്കെ വിളിച്ചുണർത്തേണ്ടി വരും. ഒരിക്കലും തട്ടിമുട്ടി വിളിച്ച് ഉണർത്താൻ പാടില്ല. എന്താ തട്ടിമുട്ടി വിളിച്ചുണർത്തിയാൽ? ഭഗവാൻ ഭാഷ്യകാരൻ താക്കീത് ചെയ്യുന്നുണ്ട്, അവർക്കുണ്ടാവുന്ന രോഗം ദുർഭിഷജ്യമായിരിക്കും. ദുർഭിഷജ്യം എന്ന് പറഞ്ഞാൽ മരുന്ന് കൊടുത്ത് മാറ്റാൻ വിഷമമുള്ള നാഡീസംബന്ധമായ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒരിക്കലും ഉറങ്ങണ ആളെ പിടിച്ച് എണീപ്പിച്ച് നിർത്തരുത്. എന്നാലും പറയട്ടെ, അങ്ങ് ഉറങ്ങി മാത്ത് പിടിച്ച ആൾക്കാരാണെന്ന് വെച്ചാൽ ചിലപ്പോൾ അതൊക്കെ വേണ്ടി വരും. നമ്മുടെ സമൂഹം അപ്പം അങ്ങനെയാണ്. അതുകൊണ്ട് ഇതിനെ വിളിച്ചിട്ടും കാര്യമൊന്നുമില്ല. വിളിക്കുന്ന ആളുടെ ഊർജം പോകുന്നല്ലാതെ. അതുകൊണ്ട് പറയാ, നീ എഴുന്നേറ്റ് നിൽക്കൂ. എഴുന്നേറ്റ് നിന്നു, ഇനി ഉണര്. അത്ര ഉറങ്ങിയതാ. അതാണ് അനാദ്യ അവിദ്യ പ്രസുപ്താഹേ ജന്തവ. അനാദികാലമായ അവിദ്യയിൽ കടന്നുറങ്ങുന്നല്ലയോ ജന്തുക്കളെ, എഴുന്നേൽക്കൂ. ജാഗ്രതയായിരിക്കും, ഉണർവോടുകൂടി. നിൽക്കണ നിൽപ്പുണ്ടല്ലോ, അത് ഉണർവോടുകൂടിയായിരിക്കണം. ഇനിയൊരൽപ്പവും ഉറങ്ങരുത്. ഉറക്കച്ചടവനി ഉണ്ടാവരുത്. ഇനിയും ഉറങ്ങിയാൽ പിന്നെ ഉണരേണ്ടി വരില്ല. അത്ര അപകടമാണ് ചുറ്റുപാട്. അതുകൊണ്ട് ഉണർന്ന് നിൽക്കുക. അതുകൊണ്ട് ഇനി ഉണരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഗുരുദേവൻ. ഉണരരുത് ഇനി. ഉണരരുത് ഇനിയോ? അതെ, ഉറങ്ങിടാതെ വണ്ണം ഉണർന്നിടണം അറിവായി. ഇനി ഉണരുക എന്ന് പറഞ്ഞാൽ ഒരു ഉറക്കം വേണമല്ലോ. അത് വേണ്ട, ഇനി പരിപാടി വേണ്ട. ഇനി പിന്നെ നാളെ ഉണരാമെന്ന് പറയരുത്. ഉണരരുത് ഇനി. ഉറങ്ങിടാതെ വണ്ണം ഉണർന്നിടണം. ഇനി ഉറങ്ങാത്ത വണ്ണം നീ ഉണരണം അറിവായി. അതെ, ശ്രീനാരായണ ഗുരുദേവൻ പാടിയതാ. ശ്രദ്ധിക്കുക. അതാണ് ജാഗ്രതയായിരിക്കണം. കാരണം ഈ അവിദ്യ കാര്യങ്ങൾ എങ്ങനെയൊക്കെ കൊടുക്കുന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം പുരാണത്തിൽ മാർക്കണ്ഡേയത്തിൽ വ്യക്തമായി പറഞ്ഞു തരും. ജ്ഞാനിനാമപി ചേതാംസി ദേവി ഭഗവതി ഹി സാ ബലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി. വളരെ ശ്രദ്ധിക്കേണ്ടതാ. ജ്ഞാനിനാമപി ചേതാംസി, ജ്ഞാനികളുടെ പോലും ബുദ്ധികളെ സാ ദേവി ഭഗവതി, ആ ദേവി ഭഗവതി മായ മോഹായ പ്രയച്ഛതി, മോഹത്തിനായിക്കൊണ്ട് തീർക്കുന്നു. ബലാദാകൃഷ്യ, ബലപൂർവകം ആകർഷിച്ചിട്ട്. അതാ ഇതിനെ ഭഗവാൻ ഭാഷ്യകാരൻ സുന്ദരമായിട്ട് അനുവാദം ചെയ്തിട്ടുണ്ട്. ശ്രുതിശത നിഗമാന്ത ശോധകാനപി ധനാദി നിദർശനേന സദ്യ കലുഷയതി ചതുഷ്പദാദ്യ അഭിന്നാൻ അഘടിത ഘടനാ പടീയസീമായ. അഘടിത ഘടനാ പടീയസീമായ, ഘടിക്കാത്തതിനെ ഘടിപ്പിക്കുന്നതിൽ സമർത്ഥയാണ് ഇവൾ, ഈ മായ. എങ്ങനെ? ശ്രുതിശത നിഗമാന്ത ശോധകാൻ അപ്പി.
നൂറുകണക്കിന് വേദമന്ത്രങ്ങളെ ശോധനം ചെയ്യുന്നവരെ പോലും, അതായത് വേദമന്ത്രങ്ങളെ വ്യാഖ്യാനിച്ച് ശുദ്ധീകരിക്കുന്നവരെ പോലും, വേദവ്യാഖ്യാതാക്കളെപ്പോലും, വേദം വ്യാഖ്യാനിക്കുന്നവർ വേറെ പറയാനുണ്ടല്ലോ, അങ്ങനെ വേദവ്യാഖ്യാനം ചെയ്യുന്നവരെ പോലും ആഹാഹാ അർത്ഥം പറയാൻ പറ്റില്ല. ആഹാഹാ അതിനർത്ഥമില്ല. അത്ഭുതമാണോ? അല്ല, ഇതൊക്കെ കണ്ടിട്ട് തൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വിങ്ങലാണോ? അറിയില്ല. ആഹാഹാ. ധനാദി നിദർശനേന, ധനം തുടങ്ങിയവയെ കാണിച്ചു കൊടുത്തിട്ട്, പണം തുടങ്ങിയവ പലതും ആവാം. എന്തൊക്കെയാവും നമുക്കാർക്കും പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോന്നാവും. സ്ത്രീയാവാം, പുരുഷനാവാം, പേരാവാം, പ്രസിദ്ധിയാവാം, പലതും ആവാം. എന്തെങ്കിലും ചില സുഖഭോഗ വിഷയങ്ങളാവാം. എന്താണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആദി ശബ്ദം പറഞ്ഞത്. ധനാദി നിദർശനേന, പണം തുടങ്ങിയവയെ കാണിച്ചു കൊടുത്തിട്ട്. സദ്യ, പെട്ടെന്ന് തന്നെ. കലുഷയതി ചതുഷ്പദാദ്യ അഭിന്നാൻ, നാൽക്കാലികളുമായി വ്യത്യാസമില്ലാത്തവരാക്കി തീർക്കുന്നു. നാൽക്കാലികളിൽ നിന്ന് വ്യത്യാസമില്ലാത്തവരാക്കി തീർക്കുന്നു. ആരെ? നൂറുകണക്കിന് വേദമന്ത്രങ്ങളെ വ്യാഖ്യാനിക്കാൻ കഴിയുന്നവരെ. അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ സ്ഥിതി എന്താ? ചിന്തിച്ചു നോക്കൂ. ഓ, അഘടിത ഘടന പടിയസി മായ, ഘടിക്കാത്തവയെ ഘടിപ്പിക്കുന്നതിൽ സമർത്ഥയാണ് മായ. ഇങ്ങനെയുള്ള മായിക പ്രപഞ്ചത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തൊക്കെയാ അടുത്ത നിമിഷം ഉണ്ടാവുക എന്നിപ്പോൾ ഒന്നും പറയാൻ വയ്യ. അതെ, അതുകൊണ്ട് ജാഗ്രത, വളരെ ജാഗ്രതയായിരിക്കണം. അങ്ങനത്തെ ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കണം. ഇന്നല്ല, എന്നും. അല്പം ജാഗ്രത കുറഞ്ഞു പോയാൽ അതാ. ഈ നേരത്തെ മാർക്കണ്ഡേയ പുരാണാന്തർഗതമായ ദേവി മഹാത്മ്യത്തിലെ വരി നേരത്തെ പറഞ്ഞു. ജ്ഞാനിനാമപി ചേതാംസി ദേവീ ഭഗവതീ സാ ബലാദ് ആകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി എന്ന്. അത് ഈ മനസ്സിൻ്റെ കളിയാപ്പതേ. ഒരിക്കൽ ഒരു വലിയ പ്രബലനായൊരു രാജാവ്, അവൻ്റെ പേരാ സുരഥൻ. വലിയ രാജാവാ. ശത്രു രാജ്യം സുരഥനെ ആക്രമിച്ചു. ഗംഭീരമായിട്ടൊക്കെ യുദ്ധം ചെയ്തു. പക്ഷേ പരാജയപ്പെട്ടു. പരാജയപ്പെട്ടാൽ പിന്നെ രാജ്യം ആർക്കുള്ളതാ? ഏത് രാജാവാണോ ജയിച്ചത് അയാൾക്കുള്ളതാണ്. എങ്കിലും ആ രാജാവ് എന്തോ ഒരു ഔദാര്യം തോന്നി സുരഥനോട്. സുരഥനെ കൊന്നില്ല. പിന്നെന്ത് ചെയ്തു? ഒരു ഗ്രാമത്തിൻ്റെ അധികാരിയാക്കി വെച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മഹാരാജാവായിട്ട് വലിയൊരു രാജ്യം ഭരിച്ച ഒരാൾ താൻ ഇന്നലെ വരെ ഭരിച്ച രാജ്യത്തിൻ്റെ ചെറിയൊരു ഗ്രാമത്തിൽ അധികാരിയായിട്ട് കൂടുക എന്ന് പറഞ്ഞാൽ എന്തൊരു സ്ഥിതിയാത്. എന്നാലും ജീവനാണല്ലോ മനുഷ്യന് വലുത്. ഇദ്ദേഹം അവിടെ അധികാരിയായിട്ട് കൂടി. അങ്ങനെ ഇരിക്കുമ്പോഴാ പണ്ടത്തെ പോലെ ആരും അനുസരിക്കണമൊന്നുമില്ല തന്നെ. ഭാര്യമാരൊക്കെ ഉണ്ട്, ഭാര്യമാരൊന്നും അനുസരിക്കണില്ല. മക്കൾക്കൊന്നും ഇപ്പോൾ യാതൊരു ബഹുമാനവും ഇല്ല. ഇങ്ങനെ ചുരുക്കി പറയാലോ, ഇയാൾക്കാകെ മടുത്തു. ഇപ്പം ഭാര്യയ്ക്ക് തന്നെ വേണ്ട, കുട്ടികൾക്ക് തന്നെ വേണ്ട, ആർക്കും വേണ്ട. എല്ലാവരും ഒരു അവജ്ഞയോട് കൂടിയാണ് നോക്കുക. അപ്പോൾ ഇയാൾ നിശ്ചയിച്ചു സ്ഥലം വിടുക തന്നെ. ഇനി ഇവരുടെ ഈ അവഗണനയും അവജ്ഞയും കണ്ടുകൊണ്ട് ജീവിക്കാൻ വയ്യ. നിശ്ചയിച്ചുറപ്പിച്ചു സ്ഥലം വിടുക തന്നെ, നാട് വിടുക. അതിനിപ്പോൾ എന്താ ഒരു വഴി?
ഒരു കാര്യം ചെയ്യാം, കാട്ടിൽ നായാട്ടിന് പോവുകയാണെന്നുള്ള വ്യാജേന കാട്ടിലേക്ക് പോവാം, പിന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകണ്ട. അങ്ങനെ അദ്ദേഹം കാട്ടിലേക്ക്, ഈ നാട് വിട്ടു എന്നൊക്കെ പറയും, നാട് വിടുകയല്ല, കാട്ടിലേക്കാണ് വിട്ടത്. നേരെ കാട്ടിലേക്ക് വിട്ടു. കാട്ടിലെത്തി കുറച്ചു നേരം കഴിഞ്ഞു. സമാധാനമായി സ്വസ്ഥതയായി എന്നാണ് നമ്മൾ വിചാരിക്കണത്. ഈ ഉപദ്രവങ്ങളുടെ പിടിയിൽ നിന്നൊക്കെ വിട്ടല്ലോ. ഇല്ല, അവിടെ എത്തി നോക്കുമ്പോഴാ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലിപ്പോൾ ഭാര്യ ഇപ്പം എന്താവും ചെയ്യണത്, കുട്ടികളിപ്പോൾ എന്താവും ചെയ്യണത്, പിന്നെ ദുർവൃത്തികളായിട്ടുള്ള എൻ്റെ ഭൃത്യന്മാർ എൻ്റെ ഖജനാവൊക്കെ ധൂർത്തടിക്കുന്നുണ്ടാവുമോ, ആനപ്പം എന്താവും ചെയ്യണത്, ആനയൊക്കെ ഉണ്ടേ എന്താ ചെയ്യുന്നുണ്ടാവുക, ഇതൊക്കെയായ ആലോചന. ഇതൊക്കെ ആലോചിച്ചങ്ങനെ ഇരിക്കുമ്പോഴാ, വഴിയോരത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് ദൂരെ പാതയോരത്ത് വേറൊരാൾ ഇരിക്കുന്നുണ്ട്, താടിക്ക് കയ്യും കൊടുത്ത്. എടാ നീ ആരാ? ഞാനോ? ഞാനൊരാൾ. നിൻ്റെ പേരെന്താ? എൻ്റെ പേര് സമാധി എന്നാണ്. എന്ന് നീ കാട്ടിൽ വന്നത്? കാട്ടിൽ വന്നതോ? ഞാൻ വലിയൊരു കച്ചവടക്കാരനായിരുന്നു, വലിയ വ്യാപാരി, കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ചെയ്യുന്നൊരു വ്യാപാരിയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, കച്ചവടമൊക്കെ പൊളിഞ്ഞു. കച്ചവടമൊക്കെ പൊളിഞ്ഞ് വരുമാനമൊക്കെ കുറഞ്ഞു. അപ്പോൾ ഭാര്യയ്ക്കും മക്കൾക്കും എന്നെ വേണ്ട. വീട് വിടേണ്ട ഗതികേട് എനിക്ക് വന്നില്ല, അവർ ചവിട്ടി പുറത്താക്കി. അതാണ് രാജാവ്. പിന്നെ നിനക്കെത്തുള്ള വിഷമം, നീ എന്തിനാ താടിക്ക് കയ്യും കൊടുത്തിരിക്കണത്? അവർ ചവിട്ടി പുറത്താക്കിയാൽ നല്ല കാര്യമല്ലേ, പിന്നെ അവരുടെ ഉപദ്രവമൊന്നും കേട്ടിരിക്കേണ്ടല്ലോ. അതല്ലേ പ്രശ്നം. കാട്ടിൽ വന്ന് നോക്കുമ്പോൾ എൻ്റെ മനസ്സ് അവരില്ല. അപ്പം രാജാവ് പറഞ്ഞു, എന്നാൽ എൻ്റെയും സ്ഥിതി അത് തന്നെയാണ്. എന്താ ഇപ്പോൾ ചെയ്യുക? അതിനെന്താ പരിഹാരം? നമുക്ക് രണ്ടാൾക്കും കൂടി ഏതെങ്കിലും ഒരു വിദ്വാനെ അന്വേഷിച്ച് പോവാം, ഇതെന്താ അപ്പോൾ അതിന് കാരണം. അങ്ങനെ ഇവർ രണ്ടാളും കൂടി നടന്നങ്ങനെ പോയി. അങ്ങനെ വളരെ അന്വേഷിച്ച് പോയപ്പോഴാണ് അവിടെ ഒരു മഹർഷിയുടെ ആശ്രമമുണ്ട്. ആ മഹർഷിയാണ് സുമേധാ മഹർഷി. സുമേധാ മഹർഷിയുടെ അടുത്ത് പോയിട്ട് ഇവർ ഈ കഥയൊക്കെ പറഞ്ഞു. ഇങ്ങനെയൊക്കെയാ, ആരാ ഇതിന് കാരണം? അപ്പോൾ സുമേധയാണ് പറഞ്ഞത്, ഇതിനൊക്കെ കാരണം നമ്മളെ വല്യമ്മ തന്നെയാണ്, വേറെ ആരുമല്ല. നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം നമ്മുടെ ശരിയായ വല്യമ്മയാണ്. മനസ്സിലാക്കുക, അവളുടെ പരിപാടിയാണിതൊക്കെ. അതുകൊണ്ട് ഞാൻ അവളുടെ ചരിത്രം നിനക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ദേവീ മഹാത്മ്യം പൂർണ്ണമായിട്ട് ഉപദേശിക്കും. അപ്പോഴാ പറഞ്ഞത്, ജ്ഞാനികളുടെ മനസ്സിനെ പോലും ബലപൂർവകം ആകർഷിച്ച് മോഹത്തിനായിക്കൊണ്ട് അങ്ങോട്ട് എറിയുകയാണ് മഹാമായ. ആ മഹാമായയുടെ വിലാസങ്ങൾ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടാണ് 3 ചരിത്രങ്ങൾ അടങ്ങുന്ന ദേവീ മഹാത്മ്യം പറയണത്. അതൊന്ന് ദിവസവും പാരായണം ചെയ്യാം, നല്ലതാ. ദിവസവും പാരായണത്തിന് വയ്ക്കുക. അതെ, നിത്യപാരായണത്തിന്. ഒന്നുമില്ലെങ്കിൽ കുറച്ച് കരുത്തെങ്കിലും ഉണ്ടാവും, ബാക്കി പോട്ടെ. അതുകൊണ്ട് മഹാമായയുടെ പിടി വിട്ടില്ലേ, സാരമില്ല, എന്നാലും ദുർബലന്മാരായിരിക്കില്ല, അതുറപ്പാ. അവിടെ ദിവസവും ദേവീ മഹാത്മ്യം പാരായണം ചെയ്യാം, നല്ല കരുത്തുണ്ടാവും. അതെങ്കിലും ഉണ്ടാവട്ടെ, അത് ശ്രദ്ധിക്കുക. നമുക്കൊന്നുമില്ല എന്നല്ല പറഞ്ഞത്, അങ്ങനെ ആരും വിചാരിക്കരുത്. കരുത്തുണ്ടാവുന്നാണ് പറഞ്ഞത്, നല്ല കരുത്തുണ്ടാവുന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അത് ദിവസം പാരായണത്തിന് വെക്കേണ്ടതാണ്, ശ്രദ്ധിക്കുക. ഏതായാലും ഉത്തിഷ്ഠത, ജാഗ്രത. അപ്പോൾ വേണ്ട, കുറച്ചും കൂടി സമയം കഴിഞ്ഞിട്ട്.